ഓക്കെ, റെക്കോർഡ് കൊടുത്തിട്ട്. അപ്പോൾ പ്രോബ്ലംസ് അങ്ങനെ തന്നെ ചെയ്ത് പഠിക്കണം. അതിനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഫിസിക്സിൽ ഈ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. പല ടൈപ്പ് പ്രോബ്ലംസ് വരും ഇതിൽ ഉണ്ടാവാം. അപ്പോൾ അത് എല്ലാ ടൈപ്പ് ഗ്രാഫിനെ ബേസ് ചെയ്തിട്ടുള്ളത് വരും. ഞാൻ പറഞ്ഞ ഡിഫറൻഷിയേഷൻ ടൈപ്പ് വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഗ്രാഫിനെ ബേസ് ചെയ്തുള്ളതും മറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസുമാണ്. അതോടൊപ്പം കൺസെപ്ച്വൽ ആയിട്ടുള്ള ചില വൺ വേർഡ് ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിൽ ധാരാളമായിട്ട് വരാറുണ്ട്. അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. കുറേ നിങ്ങൾക്ക് വർക്കായിട്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ ഒരു പ്രോബ്ലം ചെയ്താണ് നിർത്തിയത്. t³ - 12t പൊസിഷൻ എന്ന് പറയുന്നത് x(t) = t³ - 12t എന്നുള്ള തന്നിട്ട് അതിൽ നിന്ന് വെലോസിറ്റി ഒക്കെ കാണുന്ന, വെലോസിറ്റി 0 ആകുമ്പോഴുള്ള ആക്സിലറേഷൻ കാണുന്ന ഒരു പ്രോബ്ലം, നല്ലൊരു പ്രോബ്ലം. അതിന് മുൻപ് നമ്മൾ ഗ്രാഫിൻ്റെ ഒരു പ്രോബ്ലം, പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ട് കറസ്പോണ്ടിങ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനും അതിലുള്ള മോഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഉള്ള പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലംസ് രണ്ടും ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അത് രണ്ടും തറവായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. എന്നാൽ കുറേ ഈ ചാപ്റ്ററിൻ്റെ ഐഡിയ കിട്ടും. ഇനി ഇത് നമ്മൾ ഗ്രാഫുകൾ ഇന്ന് നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻ, ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെറിവേഷൻ, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ. നമ്മളത് ചെയ്യുന്നത് ഗ്രാഫിലൂടെയാണ്. ഗ്രാഫ് ഉപയോഗിച്ചിട്ട് കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാം. ഡിഫറൻഷിയേഷൻ മെത്തേഡിലൂടെ ചെയ്യാം, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാറുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഗ്രാഫിലൂടെയാണ്. നമ്മൾ പിന്നെ കൈനമാറ്റിക് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ഈ ടേംസ് കേൾക്കുമ്പോൾ തന്നെ മോഷൻ, ആ ടൈപ്പ്, അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. വെൻ യു ഹിയർ യൂണിഫോം മോഷൻ, ദ വേർഡ് യൂണിഫോം മോഷൻ, നിങ്ങളുടെ മൈൻഡിൽ അതിൻ്റെ യു ഷുഡ് റീകോൾ ഓൾ ദി ഫീച്ചേഴ്സ് ഓഫ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആകുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം, തെറ്റാതെ വരണം. If it is uniform motion, the velocity is constant. The velocity time graph is a straight line parallel to the time axis. The position time graph is a straight line inclined to the time axis. The slope of the position time graph will give you the velocity. The velocity time graph has no slope, so acceleration is 0. All these things you should recall at the moment when you hear uniform motion. അങ്ങനെയാകുമ്പോഴേ അത് പഠിക്കാൻ പറ്റുള്ളൂ. യൂണിഫോം മോഷൻ എന്ന് കേട്ടാൽ അത്രയും. ഇനി യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ ഉടൻ നിങ്ങളുടെ മൈൻഡിലെത്തണം. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഹാസ് ആൻ ആക്സിലറേഷൻ, so its velocity time graph will be a straight line inclined to the time axis, and the slope of the velocity time graph will give you the acceleration. The area under the velocity time graph will give you the displacement covered by the body. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മൈൻഡിലേക്ക് വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളും ഇതൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അതിൻ്റെ ബേസിക്സ് ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള അസംഷനിൽ ഞാൻ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. സോ യു ഓൾ ഷുഡ് ബി വിത്ത് മീ. ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീൻ ഷെയറിങ്ങിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗ്രാഫിലൂടെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, so today's topic is kinematic equations for uniformly accelerated motion. ശ്രദ്ധിക്കുക, നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസ് വാലിഡ് ആവുന്നത് ഓൺലി ഇൻ ദി കേസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. അപ്പോൾ ഒരു മോഷൻ യൂണിഫോം ആക്സിലറേഷൻ അല്ല, ആക്സിലറേഷനും സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട് എങ്കിൽ അത്തരം മോഷൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ, വെലോസിറ്റി കാണാനൊന്നും ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഫറൻഷിയേഷൻ മെത്തേഡാണ്. ഡിഫറൻഷിയേഷൻ എല്ലാ മോഷനും ഏതൊരു സമയത്തും വാലിഡ് ആവുന്ന ഒരു മെത്തേഡാണ്.
എങ്ങനെയാണ് വെലോസിറ്റി കാണണമെങ്കിൽ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആക്സിലറേഷൻ കാണണമെങ്കിൽ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് എവിടെയും വാലിഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ kinematic equation for uniformly accelerated motion. That uniformly accelerated is very important. Uniformly accelerated motion, that means acceleration is a constant. Acceleration സമയത്തിനനുസരിച്ച് മാറുന്നില്ല, acceleration constant ആണ്. ഓക്കെ, യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഒരു നല്ല എക്സാമ്പിൾ ആണ് ഫ്രീ ഫാളിംഗ് ബോഡി, അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ ഒരു കല്ല്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴേക്ക് വീഴുന്ന ഒരു സ്റ്റോൺ. ഇതൊക്കെ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ എർത്തിൻ്റെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിലാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം വസ്തുക്കൾ, നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ വസ്തുക്കൾ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്ത വസ്തുക്കൾ, മുകളിൽ നിന്ന് താഴേക്ക് ഫ്രീ ആയിട്ട് വീഴുന്ന ആളുകളെയാണ് ഫ്രീലി ഫാളിംഗ് ബോഡീസ് എന്ന് പറയുക. അത്തരം ആളുകളുടെയൊക്കെ ആക്സിലറേഷൻ ഓൾമോസ്റ്റ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ ഫിക്സഡ് ആണ്. ഭൂഗുരുത്വാകർഷണ ത്വരണം 9.8 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാൽ കിട്ടുന്ന ആക്സിലറേഷൻ അത് പിന്നെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. പ്രോബ്ലം ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് റൗണ്ട് ചെയ്ത് എടുക്കാറുണ്ട്. അപ്പോൾ അത്തരം ബോഡീസ് ദേ ഹാവ് എ ഫിക്സഡ് ആക്സിലറേഷൻ ഓഫ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. So such motions are example for uniformly accelerated motion. Okay, freely falling bodies vertically മുകളിലേക്ക് എറിഞ്ഞ വസ്തുക്കളുടെയും താഴേക്ക് എറിഞ്ഞ വസ്തുക്കളുടെയും ഒക്കെ മോഷൻ പഠിക്കുമ്പോൾ ഈ ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, ഈ ഡെറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻസ്. സോ ലെറ്റ് us start. സോ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടേംസ് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. വി സഫിക്സ് 0, ഈ ലെറ്റർ ദിസ് ഇൻഡിക്കേറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് ആ മോഷൻ തുടങ്ങുമ്പോൾ വസ്തുവിൻ്റെ വെലോസിറ്റി. മോഷൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതോ ഒരു ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള വെലോസിറ്റിയാണ് വി ടി. വി സഫിക്സ് ടി, വി അടിയിൽ ടി. So Vt is the velocity after t seconds. Velocity gained or lost by the body, velocity gained by the body in t seconds. X suffix 0 means the initial position. X suffix t means the final position, that is position after t seconds. അതാണ് ഫൈനൽ പൊസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. ടി സെക്കൻഡ് കഴിയുമ്പോഴുള്ള പൊസിഷനാണ് എക്സ് ടി. x0 എന്ന് പറയുന്നത് ഇനീഷ്യൽ പൊസിഷൻ. ആക്സിലറേഷൻ എ എന്ന് പറയുന്നത് യൂണിഫോം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ നമ്മൾ എപ്പോഴും എഴുതും എക്സ് ടി മൈനസ് x0, കാരണം ചേഞ്ച് ഇൻ പൊസിഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ഈസ് ഓൾവേസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റിനെ പലപ്പോഴും മുൻപ് നിങ്ങൾ പഠിച്ചത് എസ് എന്നുള്ള ലെറ്റർ ആയിരിക്കും. അപ്പോൾ എസ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിനോട്ട് ചെയ്യാൻ തൽക്കാലം എസ് ഉപയോഗിക്കുക. നമ്മളെപ്പോഴും ഈ എക്സ് ടി മൈനസ് x0 എന്നുള്ള ഫോമാണ് പ്രിഫർ ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് എഴുതുന്നതിന് പകരം എക്സ് ടി മൈനസ് x0 എന്ന് തന്നെ എഴുതി പഠിക്കുന്നതാണ് ബെറ്റർ. സോൾവ് ചെയ്യാൻ പ്രോബ്ലം സോൾവിങ്ങിന് ഏറ്റവും പലപ്പോഴും എളുപ്പമാകും ഈ എക്സ് ടി മൈനസ് x0 ഫോമിൽ എഴുതിയാൽ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ടി മൈനസ് x0 എന്ന് കണ്ടാൽ ദാറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെൻറ്റ്. വേറെ എക്സ് ടി എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷനാണ്, അല്ലെങ്കിൽ ടി സെക്കൻഡ് കഴിഞ്ഞ് ബോഡി മൂവ് ചെയ്തു ടി സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ പൊസിഷനാണ്. x0 എന്ന് പറയുന്നത് ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റ്, ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനാണ്. അറ്റ് ടൈം t ഈക്വൽ ടു 0, ആ മൊമെൻറ്റിനെ നമ്മൾ ടൈം 0 എന്ന് സെറ്റ് ചെയ്യും. പിന്നെ ബോഡി അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ടൈം 1 സെക്കൻഡ് 2 സെക്കൻഡ് അങ്ങനെ കവർ ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാം. വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ബന്ധം, അത് തമ്മിലുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് വരും. സോ ദിസ് ഈസ് എ ടിപ്പിക്കൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് എങ്ങനെ മനസ്സിലാവുന്നത്? ഇതാണ് ഗ്രാഫ്. ഈ എ ബി എന്ന് പറയുന്ന ലൈനാണ് അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ inclined to the time axis. Time axis ന് പാരലൽ അല്ല, ഇൻക്ലൈൻഡ് ആണ്. സോ ഇറ്റ് ഹാസ് എ നോൺ സീറോ സ്ലോപ്പ് നോൺ സീറോ ആണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇൻക്ലൈൻഡ് ടു ദി ടൈം ആക്സിസ് ആണ്. സോ വെലോസിറ്റി ടൈം റിലേഷൻ ഈസ് എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ, ഇറ്റ് ഹാസ് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദിസ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ചത് ഒന്നുകൂടി വെലോസിറ്റി ടൈം ഗ്രാഫ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ എ ബി സി ഡി ഒ ഒക്കെ ഇതിൻ്റെ ഓരോ പോയിന്റ് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ കൊടുത്ത പേരാണ്. അതിൽ കവിഞ്ഞ പ്രസക്തിയൊന്നും അതിനില്ല. ഇവിടെയാണ് ടൈം ടി ഈക്വൽ ടു 0 വരെ ഒറിജിൻ. ഈ പോയിന്റ് ടൈമിൻ്റെ ആക്സിസും പൊസിഷൻ വെലോസിറ്റിയുടെ ആക്സിസ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ ഞാൻ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ടൈം കോർഡിനേറ്റ് 0, ടൈം ടി ഈക്വൽ ടു 0.
ആ ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ പറഞ്ഞാൽ മോഷൻ തുടങ്ങുന്ന സമയത്ത് ഇറ്റ്സ് വെലോസിറ്റി, നമ്മൾ ഈ മോഷനെ പഠിക്കാൻ വേണ്ടി ബോഡിയെ ഒബ്സർവ് ചെയ്യുമ്പോൾ ടൈം ഈക്വൽ ടു 0 എന്ന് എടുത്തു. ആ സമയത്ത് ദാറ്റ് ബോഡി ഹാസ് എ വെലോസിറ്റി v0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി, നമ്മൾ ഈ ഒബ്ജക്റ്റിൻ്റെ മോഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി v0 ആണ്. എന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലായിരുന്നില്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ നമ്മൾ ടൈം 0 എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഈ വസ്തുവിൻ്റെ മോഷൻ പഠിക്കുക. ആ ടൈമിൽ 0 എന്ന് എടുക്കും. അപ്പോൾ ഉള്ള വെലോസിറ്റിയെ ഇനീഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് v0. അപ്പോൾ ഇത് ഈ ഗ്രാഫ് ഇവിടെ നിന്നാണ് വരച്ചത്. ഈ ഗ്രാഫ് ഇവിടെ നിന്ന് ഒറിജിനിൽ നിന്നാണ് ഈ ഗ്രാഫ് ചരിച്ച് വരച്ചിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരുന്നു. ആ ബോഡി റെസ്റ്റിൽ നിന്നാണ് മൂവ് ചെയ്യാൻ പറ്റും. ഇത് അങ്ങനെയല്ല, ജനറൽ ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. സോ ഇറ്റ് ഹാസ് എ നോൺ സീറോ ഇനീഷ്യൽ വെലോസിറ്റി v0. അവിടുന്ന് അങ്ങോട്ട് വെലോസിറ്റി കൂടി കൂടി പോകുന്നു. ഈ ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് വി ടി. ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ടി സെക്കൻഡ് പറഞ്ഞാൽ ഇവിടെ എത്തി, ആ സമയത്തുള്ള വെലോസിറ്റിയാണ് ഈ വി ടി. ഇങ്ങനെയാണ് ഈ ഗ്രാഫ്. ഈ തീറ്റ എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ്, അതായത് ഈ വെലോസിറ്റി ടൈം ഗ്രാഫും ഈ ടൈം ആക്സിസും, ടൈം ആക്സിസിന് പാരലലാണ് ഈ AC എന്ന് പറയുന്ന ലൈൻ, ടൈം ആക്സിസും തമ്മിലുള്ള ആംഗിളാണ്. സോ ദ സ്ലോപ്പ് ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ, സ്ലോപ്പ് ഓഫ് എനി സ്ട്രെയിറ്റ് ലൈൻ ഈസ് ടാൻ തീറ്റ. നമ്മൾ നേരത്തെ മാത്സ് പഠിപ്പിച്ചപ്പോൾ പഠിപ്പിച്ചതാണ്. സ്ലോപ്പ് ഓഫ് എനി സ്ട്രെയിറ്റ് ലൈൻ ഈസ് ടാൻ തീറ്റ, where theta is the angle between the straight line and the positive x axis. ഇവിടെ പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ സ്ഥാനത്ത്, ജിയോമെട്രിയിൽ നമ്മൾ മാത്സിൽ പഠിച്ച പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് ടൈമാണ്, ടൈമിന്റെ ആക്സിസ് ആണ്, ഈ ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഇതുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ AC എന്ന് പറയുന്ന ലൈനും ഈ ആക്സിസും പാരലാണ്. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ഇത് തന്നെയായിരിക്കും. ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇവിടെ വെച്ചിട്ട് ഈ ടൈം ആക്സിസുമായിട്ട് മീറ്റ് ചെയ്യാം, മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ആൻഡ് ദി പോസിറ്റീവ് ടൈം ആക്സിസ്. അപ്പോൾ ടാൻ തീറ്റ ആയിരിക്കും ഈ കേസിൽ സ്ലോപ്പ്. ബൈ ഡെഫിനിഷൻ ഓഫ് സ്ലോപ്പ് ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് പോയിന്റിലാണോ സ്ലോപ്പ് കാണേണ്ടത് അവിടെ ഒരു ടാൻജന്റ് വരക്കണം. ആ ടാൻജന്റിന്റെ എക്സ് ആക്സിസുമായിട്ട് അല്ലെങ്കിൽ ടൈം ആക്സിസുമായിട്ട്, പോസിറ്റീവ് ടൈം ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എടുക്കണം, അതിന്റെ ടാൻ തീറ്റ. ഇനി ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടാൻ തീറ്റ ഈസ് ദി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ടാൻ തീറ്റ ഇൻ എ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ടാൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൈൻ തീറ്റ ഈസ് opposite side by hypotenuse, cos theta is adjacent side by hypotenuse, and tan theta is sin theta by cos theta, which is equal to opposite side by adjacent side. So BC by AC and tan theta. Clear ആണല്ലോ. So slope BC by AC എന്ന് കിട്ടി. Now looking at this graph, you can say what is BC. BC എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. BC എന്ന് പറഞ്ഞാൽ this is the total velocity VT. ഈ 0 മുതൽ ഇതുവരെയുള്ളതാണ് VT. 0 മുതൽ ഇതുവരെയുള്ള വാല്യൂ ആണ് V0. So BC എന്ന് പറഞ്ഞാൽ it will be this distance, ഈ ഡിസ്റ്റൻസ് ആണ്. This is VT minus V0. So BC is equal to VT minus V0. Similarly AC എന്ന് പറഞ്ഞാൽ ഇവിടെ T ആണ്, ഇവിടെ 0 ആണ്. So T minus 0 which is equal to T. വളരെ സിമ്പിളാണ്. അപ്പോൾ AC എത്രയാണെന്ന് കിട്ടി, BC എത്രയാണെന്ന് കിട്ടി. നമുക്ക് കാണേണ്ടത് ഈ സ്ലോപ്പാണ്, ഇതിൻ്റെ സ്ലോപ്പാണ്. ടാൻ തീറ്റയാണ് കാണേണ്ടത്. ടാൻ തീറ്റ BC by AC ആണ്. BC എന്ന് പറഞ്ഞാൽ VT minus V0, AC എന്ന് പറഞ്ഞാൽ T. So I can write the acceleration, which is the slope, which is the tan theta, which is equal to BC by AC, which is equal to BC എന്ന് പറഞ്ഞാൽ VT minus V0. So VT minus V0 divided by AC എന്ന് പറഞ്ഞാൽ T minus 0, which is equal to T. So VT minus V0 by T. So this is the equation for acceleration. അപ്പോൾ ഇതിൽ നിന്ന് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ഈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ AT എന്ന് കിട്ടും. ഈ VT ഇവിടെ നിർത്തുക, V0 പുറത്തേക്ക് എടുത്ത് റീഅറേഞ്ച് ചെയ്താൽ you will get AT. This is ഈ T ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ AT is equal to VT minus V0 എന്ന് വരും. A into T is equal to VT minus V0. ഈ മൈനസ് V0 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ AT plus V0 is equal to VT, അല്ലെങ്കിൽ VT is equal to V0 plus AT. So this is the first kinematic equation for uniformly accelerated motion. സ്ലോപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കും. So Vt is equal to V0 plus AT, where A is the acceleration, Vt is the velocity after time t seconds, V0 is the velocity at time t equal to 0 seconds. Okay? അപ്പോൾ ഇതാണ്. ഇതിനെ ഇനി സാധാരണ നിങ്ങൾ പഠിച്ചൊരു ഫോമാണ് V equal to U plus AT. പലർക്കും ഇതായിരിക്കും കൺവീനിയൻ്റ്. അങ്ങനെയാണെങ്കിൽ അത് തന്നെ എടുത്തോളൂ. പക്ഷേ ദിസ് ഈസ് മോർ സ്റ്റാൻഡേർഡ് ആൻഡ് മോർ നിങ്ങൾ തുടർന്ന് പഠിക്കുമ്പോൾ ഈ ഫോമാണ് എപ്പോഴും നല്ലത്.
ഇങ്ങനെയും എഴുതാം v ഈക്വൽ ടു യു പ്ലസ് 8. ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ v എന്ന് പറഞ്ഞാൽ u എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ v0ക്ക് പകരമാണ് u. അപ്പം നമ്മൾ ഈ മോഷൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മോഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ പഠനം തുടങ്ങുന്നതെങ്കിൽ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻസ്റ്റന്റ് ആ ഇൻസ്റ്റന്റിലുള്ള വെലോസിറ്റി ടൈം t ഈക്വൽ ടു 0 നമ്മൾ എപ്പോഴാണോ സെറ്റ് ചെയ്യുന്നത് ആ സമയത്തുള്ള വെലോസിറ്റിയാണ് u, ഇനീഷ്യൽ വെലോസിറ്റി. v എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിൽ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആഫ്റ്റർ ടൈം t സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമുള്ള വെലോസിറ്റി. a ഈസ് ദി ആക്സിലറേഷൻ. രണ്ടും ഒരേ ഇക്വേഷനാണ്. vtന്റെ സ്ഥാനത്ത് ഇവിടെ v എന്ന് കൊടുത്തു, v0ക്ക് ഇനീഷ്യൽ വെലോസിറ്റിക്ക് ഇവിടെ u എന്ന് കൊടുത്തു. രണ്ട് ഇക്വേഷൻ പഠിച്ചാലും മതി, ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ പഠിച്ചല്ലോ. പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. ഇതിൻ്റെ ഡെറിവേഷൻ 3 കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്. അതിൽ 3-ൽ ഏതെങ്കിലും 2 ഡിറൈവ് ചെയ്യാൻ എന്തായാലും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഒന്നാമത്തെ വളരെ സിമ്പിളാണ്, സ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഡിറൈവ് ചെയ്യേണ്ടത്. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പിൽ നിന്നും ഡിറൈവ് ചെയ്യും. ഇതില്ലാതെ ഈ ആക്സിലറേഷൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് ഡിറൈവ് ചെയ്യാവുന്നതാണ്, അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സ്ലോപ്പ് ഗ്രാഫ് വഴിയുള്ള മെത്തേഡുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, v0 പ്ലസ് 80 v ഈക്വൽ ടു യു പ്ലസ് 80. ഇത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം പോരാ, ഈ ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഏത് സമയത്ത് ചോദിച്ചാലും ഇക്വേഷൻസ് ഓഫ് മോഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെങ്കിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് ചോദിച്ചാൽ ഇത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരണം. ഓരോ ടേമും എന്താണ് തെറ്റാതെ എഴുതാൻ പഠിക്കണം. എത്ര പ്രാവശ്യം എഴുതിയിട്ടാണെങ്കിലും അത് ബൈ ഹാർട്ട് തന്നെ പഠിക്കുക, ഈ ഒരു കാര്യം. ഓക്കെ, ഈ ഇക്വേഷൻസ് ഇങ്ങനെയുള്ള 3-4 ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻസ്. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോവാം, അടുത്ത ഡെറിവേഷൻ്റെ. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ഡെറിവേഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം, നല്ലോണം മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട് ടൈപ്പ് ചെയ്തെങ്കിൽ എനിക്ക് കാണാൻ പറ്റില്ല. സോ വോയിസിൽ തന്നെ ചോദിക്കുക, വേറെ വഴിയില്ല. പിന്നെ ഞാൻ ഇതിന്ന് എക്സിറ്റ് ചെയ്ത് അങ്ങോട്ട് പോകണം. അല്ലെങ്കിൽ ആരെങ്കിലും കമൻറ്റിൽ ഡൗട്ട് പോസ്റ്റ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഡൗട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ചാറ്റ് ബോക്സിൽ ഡൗട്ട് എഴുതിയിട്ടുണ്ട്, ക്ലിയർ. അപ്പോൾ ഞാനത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത് ആർക്കും ഡൗട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഡെറിവേഷൻസിൽ അടുത്ത ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഈ ഡെറിവേഷൻസ് ഒക്കെ സിമ്പിളാണ്, ഒരു പ്രയാസമുള്ള ഡെറിവേഷൻ ഒന്നുമല്ല, ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇക്വേഷൻ ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഈ പേരിനൊന്നും വലിയ പ്രസക്തി ഇല്ല കേട്ടോ. അങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ എന്ന് പേരിനൊന്നും വലിയ സ്റ്റാൻഡേർഡ് പേരൊന്നുമല്ല. ഇത് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വിളിച്ചു എന്ന് മാത്രം. ഓക്കെ, അഗെയിൻ സെയിം ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രാഫിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതേ ഗ്രാഫ് ഒരു ഇനീഷ്യൽ വെലോസിറ്റി v0യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ്, നേരത്തെ അതേ ഗ്രാഫ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. So to find the displacement, what you have to do is just calculate the area under the displacement time graph. അങ്ങനെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ യു വിൽ ഗെറ്റ്, നിങ്ങൾക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. സോ ടു ഫൈൻഡ് ദി ഡിസ്പ്ലേസ്മെന്റ്, വാട്ട് യു ഹാവ് ടു ഡു ഈസ് ജസ്റ്റ് ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി VT ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ എന്താണ് ഒരു ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ? What do you mean by the term area under a graph? ഇവിടെ ഇപ്പോൾ ഗ്രാഫ് ഏതാണ്? ഈ നീല കളറിൽ വരച്ച ഒന്നും ഗ്രാഫ് അല്ല, അതൊക്കെ ഈ ഗ്രാഫിലെ പോയിന്റ്സ് അടയാളപ്പെടുത്താൻ വേണ്ടി ഞാൻ വരച്ചതാണ്. ഈ ബ്ലാക്ക് ലൈൻ AB എന്ന് പറയുന്ന ഈ ബ്ലാക്ക് ലൈൻ മാത്രമാണ് ഗ്രാഫ് കേട്ടോ, അതാദ്യം മനസ്സിലാക്കും. അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇത് ഇങ്ങനെ ചതുരം ത്രികോണമൊക്കെ കൂടിയതല്ലേ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇതൊക്കെ ഇതിന്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിസിലേക്ക് ഇങ്ങനെ ലൈൻസ് പ്രൊജക്ട് ചെയ്ത് വരച്ചതാണ്. ദ ഗ്രാഫ് ഈസ് ദി സ്ട്രെയിറ്റ് ലൈൻ AB. അപ്പോൾ ഈ ഒരു ഗ്രാഫിന്റെ പിന്നെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിന്റെ സ്ട്രെയിറ്റ് ലൈനും എക്സ് ആക്സിസും. ഇവിടെ ഇപ്പോൾ എക്സ് ആക്സിസിന് പകരം നമ്മൾ എപ്പോഴും ടൈമാണ് എടുക്കുക. എക്സ് ആക്സിസിന്റെ ജനറൽ മാത്തമാറ്റിക്സിൽ XY ആക്സിസ് ആയിട്ടാണ് ഇത് വരയ്ക്കുക. നമ്മളെ ഫിസിക്സിൽ നമ്മളിപ്പോൾ എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ ടൈം ആക്സിസ് ആണ് എടുത്തത്,
വൈ ആക്സിസിൻ്റെ ഡയറക്ഷനിൽ നമ്മുടെ പൊസിഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ആണ് എടുക്കുക. ഇവിടെ ഇപ്പോൾ വൈ ആക്സിസിൽ വെലോസിറ്റിയും എക്സ് ആക്സിസിൽ ടൈമുമാണ് എടുത്തത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ പൊസിഷൻ എക്സും ആണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ എ ഗ്രാഫ് മീൻസ് ഏരിയ അണ്ടർ ദിസ് ലൈൻ എ ബി ആൻഡ് ദി എക്സ് ആക്സിസ് ഓർ ദി ടൈം ആക്സിസ്. അപ്പോൾ ഈ ഏരിയ എ ബി ഡി ഒ, ഒ എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയം പോലെയാണ്, 4 സൈഡിലുള്ള ഒരു സാധനമാണ്. അതിൻ്റെ ഏരിയ ആണ്, അതാണ് ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ലൈൻ, അപ്പോൾ എവിടെയാണോ ഗ്രാഫ് ബിഗിൻ ചെയ്യുന്നത് ഈ B0, ഈ എ എന്ന് പറയുന്ന പോയിന്റ്, അവിടുന്ന് നേരെ ടൈം ആക്സിസിലേക്ക് വരച്ചാൽ ഓയിലെത്തും. പിന്നെ ആ ഗ്രാഫ് എൻഡ് ചെയ്യുന്നത് ബിയിലാണ്. അപ്പോൾ ബിയിൽ നിന്ന് നേരെ ടൈം ആക്സിസിലേക്ക് വരച്ചാൽ ഡിയിലെത്തും. അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈൻ എൻ്റെ ലൈൻ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ദിസ് എ ബി ഡി ഒ എന്ന് പറയുന്ന എ ബി ഡി ഒ എ എന്ന് പറയുന്ന ആ ഒരു ഷേപ്പിൻ്റെ ഏരിയ. അതെന്തായാലും ഇതിപ്പോൾ ഒരു എ ബി സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട്, ഇത് ഒരു ഇൻക്ലൈൻഡ് സ്ട്രൈറ്റ് ലൈൻ ആയതുകൊണ്ട് ഇതൊരു ട്രപ്പീസിയം കിട്ടും. എ ബി ഒരു വേറെ ഏതെങ്കിലും ഒരു കർവ് ആണെങ്കിൽ, ഇപ്പോൾ നോൺ യൂണിഫോം മോഷനൊക്കെ ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു കർവ്ഡ് ആയിരിക്കും, ഒരു പരാബോളൻ്റെ ഭാഗമായിരിക്കും. അപ്പോൾ ആ പരാബോളൻ്റെ 2 പോയിന്റ് എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയയാണ് കാണേണ്ടത്, എ മുതൽ ബി വരെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന 2 പോയിന്റ് പരാബോളം ഉണ്ടാവും. ആ പരാബോളൻ്റെ എ ബി എന്ന് പറയുന്ന പോയിന്റ് ഇന്ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടൈം ആക്സിസിലേക്ക് ലൈൻസ് ഡ്രോപ്പ് ചെയ്യണം. ആ ലൈൻസിൻ്റെയും ഈ എ ബി എന്ന് പറയുന്നത് ആ പരാബോളൻ്റെ പാർട്ടിൻ്റെയും ടൈം ആക്സിസിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗം, ആ ഏരിയയാണ് അവിടെ കാണേണ്ടി വരിക. ഇവിടെ ഇപ്പോൾ ഇതാണ് കർവ് അല്ല, പകരം സ്ട്രേറ്റ് ലൈൻ. സോ ഇറ്റ് ഈസ് സിമ്പിൾ. യു ഹാവ് ടു ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദിസ് ലൈൻ, ദാറ്റ് ഈസ് ഏരിയ അണ്ടർ എ ബി ഡി ഒ എ. അപ്പോൾ ഈ ഏരിയയെ നമ്മൾ 2 ഭാഗമായിട്ട് തിരിക്കുക. ഒന്ന് ഏരിയ ഒരു ട്രയാങ്കിൾ ആക്കുക. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല നേരെ ചെയ്യാറുണ്ട്. നമുക്ക് കുറേ കൂടി എല്ലാവർക്കും മനസ്സിലാവാൻ നല്ലത് ഒരു ട്രയാങ്കിളും ഒരു റെക്റ്റാങ്കിളും ആയിട്ട് മാറ്റുക. സോ ഒരു ത്രികോണം ഉണ്ടാക്കുന്നു. സോ ബി സി എ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ ഒരു മട്ട ത്രികോണമാണ്. അതുപോലെ തന്നെ ഏരിയയിൽ വരുന്നതാണ് എ സി ഡി ഒ എ എന്ന് പറയുന്ന ഈ റെക്റ്റാങ്കിൾ. സോ ദി ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് ഏരിയ ഓഫ് this rectangle, this triangle plus area of this rectangle. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും ഈ റെക്ടാങ്കിളിൻ്റെ ഏരിയയും കൂടി കണ്ട് സം ചെയ്താൽ, കൂട്ടിയാൽ യു വിൽ ഗെറ്റ് ദി ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. മനസ്സിലായിരുന്നു? ഇതാണ് അതിലെ കൺസെപ്റ്റ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ എവരിതിങ് എൽസ് ഈസ് പ്യൂർ മാത്തമാറ്റിക്സ്. ഓക്കെ, ഈ ഒരു ഐഡിയ മാത്രമാണ് ഇതിൽ വേണ്ടത്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദി ഏരിയ. അപ്പോൾ നമ്മൾ ഏരിയ കാണാൻ പോവാം. സോ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്താ എഴുതൽ എപ്പോഴും ഫൈനൽ പൊസിഷൻ എക്സ് ടി മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെന്റ്. അതിനാണ് നമ്മൾ എസ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ എ സി ഡി ഒ എന്ന് പറയുന്ന ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ലംബം ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ലംബം. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബേസ്, ഇതാണ് ഈ ബി സി ആണ് ഹൈറ്റ് ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച്. സോ ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി പ്ലസ് റെക്ടാങ്കിളിൻ്റെ ഏരിയ വളരെ സുഖമാണ്, നീളം ഗുണം വീതി. നീളം എന്ന് പറയുന്നത് ഓടി, നീളം ഈ റെക്ടാങ്കിൾ ഈ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഓടി, വീതി എന്ന് പറയുന്നത് സി ഡി. സോ ഓടി ഇൻറ്റു സി ഡി. ഇത് റെക്ടാങ്കിളിൻ്റെ ഏരിയ, ഇത് ഈ ത്രികോണത്തിൻ്റെ ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ഈ ഗ്രാഫിലേക്ക് നോക്കുക. അടുത്ത ഇവിടെ എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സി എന്ന് പറഞ്ഞാൽ ഈ ഓടി തന്നെയാണ്. അതെന്താണ്? ഇവിടെ ഞാൻ പറഞ്ഞു 0 ആണ് സമയം എടുക്കേണ്ടത്, ഇവിടെ ടി. സോ ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ ടി ആയിരിക്കും എ സിയും, അത് തന്നെ ആയിരിക്കും ഓടി. സോ എ സി ഈസ് ഈക്വൽ ടു ഓടി ഈസ് ഈക്വൽ ടു ടി. അതുപോലെ ഈ ബി സി എന്ന് പറയുന്ന ദൂരം, ബി സി നേരത്തെ നമ്മൾ ചെയ്താണ്, ചെയ്തപ്പോൾ ചെയ്താണ്. ബി സി ഈസ് വി ടി മൈനസ് വി 0. നമ്മൾ നേരത്തെ സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇത് എഴുതിയതാണ്. ബി സി ഈസ് ഈക്വൽ ടു വി ടി മൈനസ് വി 0. അതുപോലെ ഈ എ ഒ എന്ന് പറയുന്ന ദൂരം എന്തായിരിക്കും? വി ഒ ആയിരിക്കും, വി 0 ആയിരിക്കും. വി 0 എന്നാണ് ഇത് വായിക്കേണ്ടത്, വി 0. ഇത് മുതൽ ഇതുവരെയുള്ള ദൂരമാണ് വി 0. ഇവിടെ നിന്ന് ഇത്രയും ദൂരമാണ് വി ടി. സോ ഇവിടെ നിന്ന് ഇത്രയും ദൂരം വി ടി മൈനസ് വി 0. അപ്പോൾ വി 0 എന്ന് പറഞ്ഞാൽ ഒ എ ആണ്, അല്ലെങ്കിൽ എ ഒ ഇസ് ഈക്വൽ ടു, അതേപോലെ ഈ എ ഒൻ്റെ അതേ ലെങ്ത് തന്നെയാണ് സി ഡിക്ക് ഉണ്ടാവുന്നത്, രണ്ടും പാരലാണ്. സോ സി ഡി ഇസ് ഈക്വൽ ടു എ ഒ ഇസ് ഈക്വൽ ടു വി 0.
ഇത് ഗ്രാഫിൽ നോക്കിയാൽ ഈസി ആയിട്ട് ആർക്കും എഴുതാവുന്ന ഫാക്റ്റുകളാണ്. ഓക്കെ, വസ്തുതകളാണ് ഈ കാര്യങ്ങൾ, ഇത്രയും കാര്യം. ഇനി ഇതിനൊക്കെ ഇവിടെ ഈ ടിയും വി ടിൻ്റെയും V0ൻ്റെയും ഒക്കെ ടേമിൽ AC BC OD CD ഒക്കെ മാറ്റി എഴുതണം. അങ്ങനെ മാറ്റി എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു AC ഉണ്ട്, അവിടെ T വരും. ഇവിടെ ഒരു BC ഉണ്ട്, ആ BCയിൽ VT - V0 എന്ന് വരും. ഇവിടെ ഒരു OD ഉണ്ട്, ആ ODയിൽ അഗെയിൻ T വരും. ഇവിടെ ഒരു CD ഉണ്ട്, CD-യിൽ V0 ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So xt - x0 is equal to half into AC is T, so half into T into BC is VT - V0, so half into T into VT - V0 plus OD is T plus T into CD is V0. Okay. ഇനി ഇതിൽ നേരത്തെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് VT - V0 AT ആണെന്ന്. കഴിഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി A is equal to VT - V0 divided by T. ആക്സിലറേഷൻ A is equal to VT - V0 divided by T, അല്ലെങ്കിൽ VT equal to V0 plus AT എന്ന് കഴിഞ്ഞ ഫസ്റ്റ് കൈനമാറ്റിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്തു. അപ്പോൾ VT is equal to V0 plus AT എന്നുള്ളതിൻ്റെ V0 പുറത്തേക്ക് കൊണ്ടുവന്നാൽ VT - V0 is equal to AT എന്ന് എഴുതാം. ഞാനത് പറഞ്ഞതാണ്. സോ VT - V0 AT ആണ്. ഇവിടെ ഒരു VT - V0 ഉണ്ട്. അതിന് പകരം നമ്മൾ AT എന്നുള്ള ഈ ടേം റീപ്ലേസ് ചെയ്യും. ഇതിനെ VT - V0 എന്താക്കി എഴുതും? A into T എന്ന് എഴുതും. ഓക്കെ, അപ്പോൾ എന്താവും? ഹാഫ് ഇൻറ്റു T ഇൻറ്റു ഈ VT - V0 ഒക്കെ പകരം ഞാൻ AT എന്ന് എഴുതി. ഓക്കെ, പ്ലസ് V0T. ഈ V0Tനെ V0T എന്ന് എഴുതി. അപ്പോൾ പ്ലസ് V0T. ഇനി ഈ AT T ഇൻറ്റു AT നമുക്ക് AT² എന്ന് എഴുതാം. V0T അതേപോലെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ V0T ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതാം. V0T പ്ലസ് ഹാഫ് AT ഇൻറ്റു T പറഞ്ഞാൽ ഹാഫ് AT². സോ V0T പ്ലസ് ഹാഫ് AT². സോ ദി ഡിസ്പ്ലേസ്മെന്റ് S is equal to xt - x0, അതാണ് ഇവിടെ കിട്ടിയത്. ദാറ്റ് ഈസ് ഈക്വൽ ടു V0T പ്ലസ് ഹാഫ് AT². ഓർക്കുക, ഇത് ചെയ്യാൻ വേണ്ട രണ്ട് കൺസെപ്റ്റുകൾ. ഒന്ന്, ഈ ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ എങ്ങനെ കാണും. ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. അതാണ് ഫസ്റ്റ് കൺസെപ്റ്റ്. പിന്നെ നിങ്ങൾ മാത്തമാറ്റിക്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏരിയ എങ്ങനെ കാണും എന്നുള്ളതാണ്. ഏരിയ എങ്ങനെ കാണും എന്നുള്ളതിനാണ് ഇവിടെ രണ്ട് സെക്ഷനാക്കി ഏരിയ തിരിച്ചിട്ടുണ്ട്. ആ രണ്ട് സെക്ഷനാക്കി ഏരിയ തിരിച്ചിട്ടുണ്ട്. ഒരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും, ഒരു റെക്ടാങ്കിളും ഒരു ട്രയാങ്കിളും ആക്കി തിരിച്ചു. എന്നിട്ട് നമ്മൾ ഈ ഏരിയ കാണാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, 1 minute. ഓക്കെ, അപ്പോൾ വേണ്ട ഐഡിയകൾ ഇത്രയേ ഉള്ളൂ. ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. രണ്ടാമത്തത്, ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് തെറ്റ് കുട്ടികൾക്ക് ഇവിടെ വരെ ചെയ്തിട്ട് VT - V0 ഈ പ്ലസ് V0T ഈ ലൈൻ വരെ എഴുതി വെക്കും. ഇവിടെ വെച്ചിട്ട് ഈ VT - V0നെ AT എന്നുള്ള റീപ്ലേസ്മെന്റ് നടത്താൻ ഓർമ്മയിൽ വരില്ല. അപ്പം അത് ശ്രദ്ധിക്കണം. ആ സ്റ്റെപ്പിലുള്ള ആ ചേഞ്ചുകൾ എഴുതി തന്നെ പഠിക്കണം. ഡെറിവേഷൻസ് പേപ്പറിലെടുത്ത് എഴുതി തന്നെ പഠിക്കണം. ഡിറൈവ് ചെയ്ത് പഠിക്കണം. ആദ്യം ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില സ്റ്റെപ്പ്, ഇതുപോലുള്ള സ്റ്റെപ്പ് എത്തിയാൽ പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാത്ത അവസ്ഥ വരും. അപ്പോൾ വീണ്ടും നിങ്ങൾ നോക്കുക, നോട്ട് ബുക്ക് നോക്കുക. അപ്പോൾ അവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷനാണ് കൊടുത്തതെന്ന് മനസ്സിലാവും. അത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ കാണാതെ തന്നെ ആ ഡെറിവേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഫൈനൽ റിസൾട്ട് കാണാതെ പഠിച്ച ഒരു കുട്ടിക്ക് ആ റിസൾട്ടിലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം റിസൾട്ട് കിട്ടേണ്ടത് V0T പ്ലസ് ഹാഫ് AT². അപ്പോൾ ഇവിടെ V0 മാത്രമേ ഉള്ളൂ, VT ഇല്ല ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഈ VT ഇതിൽ നിന്ന് പോകണം. അപ്പോൾ അതിനെന്താണ് വഴി എന്നുള്ളത് നിങ്ങൾ മുമ്പ് പഠിച്ച ഇക്വേഷൻ വെച്ച് ആലോചിക്കണം. മുൻപ് നിങ്ങളുടെ കയ്യിൽ ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ, ദാറ്റ് ഈസ് VT ഈക്വൽ ടു V0 പ്ലസ് AT. അപ്പോൾ ആ VTയുടെ സ്ഥാനത്ത് V0 പ്ലസ് AT എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതേ റിസൾട്ട് കിട്ടും. അതായത് കുട്ടിക്ക് ആൻസർ അറിയാം. ഫൈനൽ റിസൾട്ട് ഈസ് V0T പ്ലസ് ഹാഫ് AT² ആണ്. ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഫ്രം ദി ഐഡിയ ദാറ്റ് ദ ഏരിയ ഓഫ് ദി ഗ്രാഫ് അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്
ആ ഏരിയനെ രണ്ടാക്കി ട്രയാങ്കിളും റെക്റ്റാങ്കിളും ഒക്കെ ആക്കി എഴുതി ചെയ്തപ്പോൾ ഇത്ര വരെ കിട്ടിയ ആൾക്ക്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താണ് ചെയ്തതെന്ന് ഓർക്കുന്നില്ല. പക്ഷെ ഫൈനൽ റിസൾട്ട് അറിയാമെങ്കിൽ ആ കുട്ടിക്ക് ചിന്തിക്കാവുന്നതാണ്. ഫൈനൽ റിസൾട്ടിലുള്ളതും ഇതിൽ ഇല്ലാത്തതും ഇതിലുള്ളതുമായ ആൾ ഏതാണെന്ന് നോക്കുക. ഫൈനൽ റിസൾട്ടിലുള്ളതും ഇതിലില്ലാത്തതുമായ ആളാണ് VT. അപ്പോൾ VT ഇതിൽ വരാൻ പാടില്ല. ഇനി ഫൈനൽ റിസൾട്ടിൽ എന്തുണ്ട്? A ഉണ്ട്. ഇവിടെ A വന്നിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. VT മാറ്റിയിട്ട് എയും ടിയും വരുന്ന രീതിയിൽ V0 AT എന്നൊക്കെ ഉള്ള ടേംസ് ഉപയോഗിച്ചിട്ട് ഈ VTനെ മാറ്റി എഴുതണം. അപ്പോഴേ ഫൈനൽ റിസൾട്ടിൽ VT എന്ന് പറയുന്ന ടേം ഇല്ലാതാവുകയും ആക്സിലറേഷൻ കയറി വരികയുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഈ കുട്ടി നോക്കണം. അറിയാവുന്ന ഇക്വേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ പഠിച്ച ഫസ്റ്റത്തെ കൈനമാറ്റിക് ഇക്വേഷൻ VT = V0 + AT ആണ്. അപ്പോൾ VTനെ അത് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് VT ക്യാൻ ബി റീപ്ലേസ്ഡ് യൂസിങ് V0 + AT. ഓക്കെ, V0 + AT എന്ന് റീപ്ലേസ് ചെയ്താലും V0 + AT - V0 എന്ന് പറയുമ്പോൾ AT തന്നെ വരും. അപ്പോൾ AT × T, AT². അങ്ങനെ അത് വെച്ച് ചെയ്താൽ ആൻസറിൽ ഈസി. സോ ദിസ് ഈസ് ഹൗ യു ഷുഡ് തിങ്ക്. നിങ്ങളിങ്ങനെ റീസണിങ്ങിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിലുള്ള എവിടെയെങ്കിലും ഡെറിവേഷൻസ് സ്റ്റക്ക് ആയാൽ നിങ്ങളതിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ആലോചിച്ചിട്ട് ഒരു വഴി തുറന്നു കിട്ടണം. ആ ഒരു വഴി നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ അതിനെന്ത് വേണം? ആൻസേഴ്സ് അറിയാമെങ്കിൽ ദാറ്റ് വിൽ ഗിവ് യു സം ക്ലൂ ടുവേർഡ്സ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതേപോലെ തന്നെ കൺസെപ്ച്വലി നിങ്ങൾ സൗണ്ട് ആയിരിക്കണം, ക്ലിയർ, നല്ല സോളിഡ് ആയിരിക്കണം, കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. പിന്നെ ഡെറിവേഷൻസ് ഒരു സ്കില്ലുണ്ട്. അത് നിങ്ങൾ ഡെറിവേഷൻ ചെയ്ത് തന്നെ ശീലിക്കണം. പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വമേധയാ ഇത്തരം റീസണിങ് ഒക്കെ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ ഈസി ആയിട്ട് പറ്റും. ഇതൊക്കെ വളരെ സിമ്പിൾ ഡെറിവേഷനാണ് അല്ലേ? ഒരുപാട് പുകഞ്ഞാലോചിക്കേണ്ട ഒന്നുമില്ല. ഒരു പക്ഷേ നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചു വന്നതുമായിരിക്കാം, എനിക്കറിയില്ല പഠിച്ചിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഓക്കെ, so this is the displacement time relation. ഇനി അടുത്തത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കൈനമാറ്റിക് ഇക്വേഷനാണ്. അത് ചെയ്യാൻ ആദ്യം തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ വേണം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുക. സോ ദി ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഈസ് S = അല്ലെങ്കിൽ XT - X0. എസിനെയാണ് നമ്മളെപ്പോഴും XT - X0നെയാണ് ഡിസ്പ്ലേസ്മെന്റ് S എന്ന് എഴുതുക. സോ XT - X0 = V0t + ½ AT². ഈ ഇക്വേഷൻ ആണ് തുടങ്ങുക എന്നുള്ളത് ആദ്യം നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തില്ല. സോ തേർഡ് കൈനമാറ്റിക് ഇക്വേഷൻ്റെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഇതിൻ്റെ ഒപ്പം നമുക്ക് വേണ്ട ചേരുവകൾ ഒന്ന് നമ്മൾ ഫസ്റ്റ് പഠിച്ച കൈനമാറ്റിക് ഇക്വേഷൻ വേണം. വെലോസിറ്റി ടൈം റിലേഷൻ, അതായത് വെലോസിറ്റിയും ടൈമും ആക്സിലറേഷനും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. സോ VT = V0 + AT. ഇതിൽ നിന്നും AT = VT - V0 എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ഉപയോഗിച്ചാണ്. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരും. AT = VT - V0. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് നമ്മൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, അതായത് S = UT + ½ AT² എന്നുള്ള ഇക്വേഷനാണിത്. S = UT + ½ AT. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ ചെയ്തു എന്നുള്ളത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ശീലിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല. അല്ലെങ്കിൽ V0 ഒക്കെ U ആയിട്ട് റീപ്ലേസ് ചെയ്യണം, VT ഒക്കെ V ആയിട്ടും റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആ പഠിച്ച ഇക്വേഷൻസ് തന്നെ കിട്ടും. So S = this is UT + ½ AT². U എന്ന് പറയുന്നതാണ് V0. So S = V0t + ½ AT². ഓക്കെ, ഇനി ഇതിൽ AT² എന്ന് പറഞ്ഞാൽ AT × T എന്ന് എഴുതാം. AT²നെ AT × T എന്ന് എഴുതാം. നേരത്തെ AT × Tനെയാണ് നമ്മൾ നേരത്തെ AT² എന്ന്. അപ്പോൾ ഇത് V0t അതേപോലെ നിന്നു ½ AT പകരം ഇവിടെ AT² AT ഗുണിക്കണം T എന്ന് എഴുതുക. എന്നിട്ട് അതിൽ ആ AT എന്നുള്ള ഭാഗത്തിന് പകരം ഞാൻ എന്ത് ചെയ്യും? VT - V0 എന്ന് കൊടുക്കണം. സോ ദിസ് ഈസ് ഈക്വൽ ടു ½ × VT - V0 × T. ഓക്കെ, ½ × VT - V0 × T. AT × T ഒരു സ്റ്റെപ്പ് കൂടി വേണമെങ്കിൽ എഴുതാം. S = V0t + ½ AT ഗുണിക്കണം T. എന്നിട്ട് ആ ATയുടെ സ്ഥാനത്താണ് ഞാൻ ഈ VT - V0 കൊടുത്തത്. ഓക്കെ, സോ XT - X0 = V0t, തന്നെ V0t + ½ ഇതിനങ്ങോട്ട് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതിനെ ഈ T കൊണ്ട് ഗുണിക്കുക ഓരോ ടേമിനും. സോ ½
vt into t, so half vt into t minus half v0t. So xt minus x0, ഈ v0t ഇവിടെ ഓൾറെഡി ഉണ്ട്, ഒരു v0t ഉണ്ട്. പിന്നെ ഈ ഹാഫിനെയും ഈ ടീനെയും ബ്രാക്കറ്റിലുള്ള ടേംസ് കൊണ്ട് ഗുണിച്ചാൽ ഹാഫ് വി ടി ഇൻറ്റു ടി എന്ന് വരും ആദ്യത്തെ ടേം. രണ്ടാമത്തെ ടേം ഹാഫ് v0 മൈനസ് ഹാഫ് v0 ഇൻറ്റു ടി എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അപ്പോൾ എക്സ് ടി മൈനസ് എക്സ് സീറോ തന്നെ ഒന്നും കൂടി മാറ്റി എഴുതുക. ഹാഫ് വി ടി ഇൻറ്റു ടി, ഹാഫ് വി ടി ഇൻറ്റു ടി എന്ന് എഴുതി. അതേപോലെ പിന്നെ നോക്കുക, ഇവിടെ ഒരു v0 ടി ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഹാഫ് v0 ടി ഉണ്ട്. അപ്പോൾ v0 ടിയിൽ നിന്നും അര v0 ടി കുറച്ചാൽ പിന്നെ അര v0 ടി ബാക്കി ഉണ്ടാവും. ഒന്നര കുറച്ച് അരയാണല്ലോ ബാക്കി ഉണ്ടാവും. സോ ബാക്കി വരിക ഇവിടെ ഈ v0 ടി മൈനസ് ഹാഫ് v0 ടി ചെയ്താൽ പ്ലസ് ഹാഫ് v0 ടി ബാക്കി വരും. ഓക്കെ, സോ ദിസ് ഈസ് എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു ഹാഫ് വി ടി ഇൻറ്റു ടി പ്ലസ് ഹാഫ് v0 ഇൻറ്റു ടി. ഇതിനെ നമുക്ക് വി ടി പ്ലസ് അല്ലെങ്കിൽ v0 പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇൻറ്റു ടി, ഈ ടി രണ്ടിലും കോമൺ ആണ്, ഹാഫും കോമൺ ആണ്. സോ ഹാഫ് ഇൻറ്റു v0 പ്ലസ് വി ടി ഇൻറ്റു ടി. ആക്ച്വലി ദിസ് ഈസ് ദി ആവറേജ് വെലോസിറ്റി. ഒരു പാർട്ടിക്കിൾ v0 വെലോസിറ്റിയിൽ മോഷൻ തുടങ്ങി അല്പം ടി സമയം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി ടി ആണെങ്കിൽ അതിൻ്റെ ശരാശരി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ രണ്ട് വെലോസിറ്റിൻ്റെയും കൂടി ഹാഫ് എടുത്താൽ മതി കൂട്ടിയിട്ട്. രണ്ട് നമ്പറിൻ്റെ ശരാശരി കാണണമെങ്കിൽ ആ രണ്ട് നമ്പർ കൂട്ടിയിട്ട് അതിൻ്റെ രണ്ടുകൊണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് വെലോസിറ്റികളാണുള്ളത്. ഒന്ന് v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റി വി ടി. സോ ഇറ്റ് ഈസ് v0 പ്ലസ് വി ടി ബൈ 2 ഗിവ്സ് ദി ആവറേജ് വെലോസിറ്റി. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, ഓർ എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു v0 പ്ലസ് വി ടി ബൈ 2 ഇൻറ്റു ടി. ഇത് തേർഡ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ അല്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഇതല്ല. പക്ഷേ ഇത് പലപ്പോഴും പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യം വരുന്ന ഒരു ഇക്വേഷനാണ്. ചില ഇൻഡയറക്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു റിലേഷനാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും കാണാതെ പഠിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ v0 പ്ലസ് വി ടി ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി വിൽ ഗിവ് യു ദി ഡിസ്പ്ലേസ്മെന്റ്. നിങ്ങൾക്കൊരു പ്രോബ്ലത്തിൽ ഇനീഷ്യൽ വെലോസിറ്റിയും ടി സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള വെലോസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഏറ്റവും ഈസി, ആക്സിലറേഷൻ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി ഇറ്റ് ഈസ് ആവറേജ് വെലോസിറ്റി കാണുക. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 കാണുക. ഇൻറ്റു ടൈം കൊണ്ട് ഗുണിച്ചാൽ വാട്ട് യു വിൽ ഗെറ്റ് ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ്. വാലിഡ് ഓൺലി ഫോർ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന് മാത്രമേ ഇത് വാലിഡ് ആവൂ. ഓക്കെ, അപ്പോൾ ഇതതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് റിസൾട്ടാണ്. ഇത് ഓർത്തിരിക്കണം. നമ്മുടെ ഫൈനൽ റിസൾട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതിലേക്കാണ് ഇനി പോകുന്നത്. നമുക്കിവിടെ എത്തി. എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു v0 പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഇനി നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിലും ഈ ഡെറിവേഷൻ നടത്താം. അതൊരു ഈസി വേ ആണ്. നേരിട്ട് നിങ്ങൾക്ക് എഴുതാം ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. അങ്ങനെ എഴുതിയിട്ട് എഴുതുക, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതിയിട്ട് എഴുതുക. ഓർ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് v0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു വി ടി പ്ലസ് v0 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു u പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. ഇത് യു ആണ്, ഇത് വി ആണ്. ആ ടേമിൽ എഴുതുക. യു ഇൻറ്റു വിൻ്റെ ടേമിൽ എഴുതിയാൽ ദിസ് ഈസ് യു, ദിസ് ഈസ് യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി. ഇത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ട് ഈ ഡെറിവേഷൻ തുടങ്ങാം. ഒരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഒരുപാട് ടൈം, ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് ലാഭിക്കാം. ഫസ്റ്റ് തന്നെ എഴുതാം. The displacement of a body moving with uniform acceleration is always equal to the average velocity into time, which is equal to initial velocity plus the final velocity all divided by 2 into time. ഇനി ഇതിൽ ടൈം ഒഴിവാക്കണം. നമ്മളെ ഫൈനൽ ഇക്വേഷനിൽ ടൈം ഇല്ല. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ടൈം ഇല്ലാത്ത ഇക്വേഷനാണ്. മറ്റ് രണ്ട് കൈനമാറ്റിക് ഇക്വേഷന് ടൈം ഉള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ ഇനി വരാൻ പോകുന്ന, ഇനി ഡെറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷനിൽ ടൈം ഇല്ല. ആ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, v² = u² + 2as എന്നുള്ള ഇക്വേഷനാണ്. സോ v0 പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി. അപ്പോൾ ഈ ടൈമിനെ കളയണം. ടൈമിനെ കളഞ്ഞിട്ട് ആര് വരണം? ആക്സിലറേഷൻ വരണം. ആക്സിലറേഷൻ ഉണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, ഫൈനൽ വെലോസിറ്റി ഒക്കെ ഇക്വേഷനിലാവാം. ബട്ട് ടൈം ഈസ് നോട്ട് ദർ ഇൻ ദാറ്റ് റിസൾട്ട്. അപ്പോൾ ഈ ടൈം എലിമിനേറ്റ് ചെയ്യണം. ടൈം എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ ആക്സിലറേഷൻ കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ഏക വഴി ഇത് അവിടെ നോക്കാം. വി ടി ഈക്വൽ ടു v0 പ്ലസ് എ ടി.
അപ്പോൾ ടൈം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വി ടി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ എ ചെയ്താൽ പോരെ. വി ടി മൈനസ് വി സീറോ പറഞ്ഞാൽ എ ടി വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു ടി, ഇതിന് രണ്ട് ഭാഗം എ കൊണ്ട് ഹരിച്ചാൽ ഇവിടെ ടി ആകും, ഇവിടെ വി ടി മൈനസ് വി സീറോ ബൈ എ ആകും. സോ ടൈം ടി ഈസ് ഈക്വൽ ടു വി ടി മൈനസ് വി സീറോ ബൈ എ, അതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഈ ടിക്ക് പകരം എന്ത് ചെയ്യുക? വി ടി മൈനസ് വി സീറോ ബൈ എ എന്ന് എഴുതും. ഓക്കെ, സോ ഞാൻ ഇതിനെ വി ടി പ്ലസ് വി സീറോ എന്ന് എഴുതും. സോ എക്സ് ടി മൈനസ് എക്സ് സീറോ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു ഇത് തന്നെയാണ്. വി സീറോ പ്ലസ് വി ടി പറഞ്ഞാലും വി ടി പ്ലസ് വി സീറോ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. സോ വി ടി പ്ലസ് വി സീറോ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടൈമിന് പകരം വി ടി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ എ, വി ടി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ എ. ഇനി നോക്കുക, ദിസ് ഈസ് ഇൻ ദി ഫോം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. നിങ്ങൾക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന ഐഡന്റിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിന് എക്സ്പാൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതെപ്പോഴും ഓർത്തിരിക്കണം ആ റിസൾട്ട്. ഇവിടെ അതാണ് അപ്ലൈ ചെയ്യുന്നത്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഇനി അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലെങ്ങനെ ഓരോ ടേം കുടിച്ചാൽ മതി. വി ടി ഇൻറ്റു വി ടി, വി ടി സ്ക്വയർ, വി ടി ഇൻറ്റു വി സീറോ മൈനസ് വി ടി വി സീറോ, വി സീറോ ഇൻറ്റു വി ടി പ്ലസ് വി സീറോ വി ടി, വി സീറോ ഇൻറ്റു മൈനസ് വി സീറോ പറയുമ്പോൾ മൈനസ് വി സീറോ സ്ക്വയർ. ഈ രണ്ട് ക്രോസ് ടേം വി സീറോ പ്ലസ് വി സീറോ വി ടിയും മൈനസ് വി ടി വി സീറോയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വി ടി സ്ക്വയർ പ്ലസ് മൈനസ് വി സീറോ സ്ക്വയർ. ഓക്കെ, എങ്ങനെ ചെയ്താൽ മതി? ഐഡന്റിറ്റി അറിയില്ലെങ്കിൽ. ഐഡന്റിറ്റി പറഞ്ഞാൽ ഈസിയാണ്. എ പ്ലസ് ബി എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ടി മൈനസ് എക്സ് സീറോ. ഇവിടെ എൻ്റെ സ്ഥാനത്ത് വി ടി, ബിൻ്റെ സ്ഥാനത്ത് വി സീറോ. സോ വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ അല്ല, സോറി 2a എന്ന് വരണം. ഓക്കെ, ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യാം. എക്സ് ടി ഇവിടെ ഒരു 2 ഉണ്ടല്ലോ, 2 വിട്ട് പോയിട്ടുണ്ട്. സോ 2a എന്നാണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, സോ വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. ഇതിൽ നിന്ന് വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ. ഈ എക്സ് ടി മൈനസ് എക്സ് സീറോ ആണ് എസ്. സോ ദിസ് ഈസ് 2as. ഈ വി ടി ആണ് ഈ ബി. വി സ്ക്വയർ മൈനസ് വി സീറോ യു ആണ്. സോ ദിസ് ഈസ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ദ സെയിം ഇക്വേഷൻ യു നോ. So Vt square minus V0 square is equal to 2a into xt minus x0, or V square minus u square is equal to 2as. ഇതിൽ ഏത് ഇക്വേഷൻ പഠിച്ചാലും മതി. പക്ഷേ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. നിങ്ങൾ ഇതിലേക്ക് മാറ്റേണ്ട ഒരു ഘട്ടം ആവശ്യം വന്നാൽ അപ്പോൾ മാറ്റാൻ പഠിക്കണം. വി ടി എന്നും വി എന്ന് പറയുന്നത് വി സഫിക്സ് ടി എന്നും യു എന്ന് പറയുന്നത് വി സഫിക്സ് സീറോ എന്നും എസ് എന്ന് പറയുന്നത്, ഇതാണ് വളരെ പ്രധാനം, എസ് എന്ന് പറയുന്നത് എക്സ് ടി മൈനസ് എക്സ് സീറോ ആണ്. അത് പലപ്പോഴും കുട്ടികൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ പ്രോബ്ലം ചെയ്യും. പൊസിഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ ടി സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ള പൊസിഷൻ കണ്ടെത്താൻ പറഞ്ഞാൽ പലരും പ്രോബ്ലം ചെയ്യാറില്ല. അപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ഡെറിവേഷൻ നോക്കുക. 3 കൈനമാറ്റിക് ഇക്വേഷൻ നമ്മൾ മൂന്നല്ല ശരിക്കും 4 എണ്ണം പഠിച്ചു. ഇതും ഒരു കൈനമാറ്റിക് ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം. ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2 ഇൻറ്റു ടൈം. ഈ റിലേഷൻ മറക്കരുത്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ 2as. ഈ സ്റ്റെപ്പുകളിൽ ചെയ്തതിൽ എന്തെങ്കിലും ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഡെറിവേഷൻസ് പല രീതിയിലും ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്തത് ഒരു മെത്തേഡ് മാത്രമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പല രീതികളുണ്ട് ചെയ്യാൻ. എല്ലാം കൂടി ക്ലാസ്സിൽ പറയാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പഠിച്ചു വെക്കുക. തെറ്റില്ല. ഫിസിക്സ് അതിൽ വരുന്ന കൺസെപ്റ്റിൽ തെറ്റ് വരുന്നില്ല എന്ന് എപ്പോഴും ശ്രദ്ധിക്കുക. ആൻസർ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഫിസിക്സ് ശരിയാണ് എന്നും കൂടി ഉറപ്പാക്കാൻ കഴിയണം. ഓക്കെ, പല രീതികളിലും ഇത് ചെയ്യാം. ഇതിലെ സ്റ്റെപ്പുകളൊക്കെ നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക പെട്ടെന്ന്. ഓക്കെ, ഇതിലാർക്കും ഡൗട്ട്സ് ഇല്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ 3 ഇക്വേഷൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് വളരെ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഡെറിവേഷനായിട്ട് ചോദിക്കാനുള്ള ആകെയുള്ളൊരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ എന്ന് പറയാൻ ഇതിലുള്ളൂ. ഇതിൽ നിന്ന് ഈ ഡെറിവേഷൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തറവായിട്ട് പഠിക്കണം. ഓക്കെ,
ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതുമാണ്. അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഈ ടേംസിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്ത് എടുക്കാവുന്ന ഡെറിവേഷനാണ്. ഓക്കെ, സോ എല്ലാവരും ഓക്കെയാണ്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്? റെഡി? പൊതുവെ ഇപ്പോൾ ഒരു യൂണിലാറ്ററൽ ക്ലാസ്സാണ്, ഒരു പ്രസംഗം പോലെ ആവുന്നുണ്ട് ക്ലാസ്, ആരും റെസ്പോണ്ട് ചെയ്യാറില്ല. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ച ഫോമിലും നമ്മളിവിടെ ഉള്ള ഈ ഫോമിലും ഒന്ന് എഴുതിയതാണ്. വി ടി ഈക്വൽ ടു V0 + AT, അത് V = U + AT എന്ന നിങ്ങളെ പഴയ ഇക്വേഷനാണ്. XT - X0 = V0t + ½ AT² എന്നത് S = UT + ½ AT² ആണ്. ഈ ഫോമിലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം, UT + ½ AT². Then V2 - U² = 2as നമ്മുടെ ഫോമിലേക്ക് മാറ്റിയാൽ വിക്ക് പകരം V² പകരം VT² ആവും, U² പകരം V0² ആവും, S പകരം XT - X0 വരും. സോ VT² - V0² is equal to 2a × XT - X0. ഇത് പഠിച്ചു വെച്ചാലും മതി. ഡിസ്പ്ലേസ്മെന്റ് XT - X0 ഇത് കൈനമാറ്റിക് ഇക്വേഷൻ ആയിട്ട് പറയുമ്പോൾ എപ്പോഴും ഈ മൂന്നെണ്ണമാണ് അധികം പറയാറ്. ബട്ട് ദിസ് ഇക്വേഷൻ യു ഷുഡ് ഓൾസോ റിമെമ്പർ ദിസ് ഇക്വേഷൻ because it will help you a lot in solving problems. നിങ്ങൾ പല പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇതൊന്നും ഓർമ്മയിൽ ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. ദ ആവറേജ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് is equal to average velocity into time എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനെ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്താണ്. സോ ഡിസ്പ്ലേസ്മെന്റ് is equal to initial velocity plus final velocity divided by 2 into t. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ ഡെറിവേഷൻസ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഈ ചാപ്റ്ററിൻ്റെ ഹൃദയമാണത്. ഈ ഒരു 1 minute. സ്കൂട്ടർ മതി എടുത്തേക്കണോ? എവിടെ? മുറ്റത്താ? ആയിക്കോട്ടെ, ഞാൻ അടുത്തോണ്ട്. ഓക്കെ, ഈ പ്രോബ്ലം ശ്രദ്ധിക്കാം. ഒരു പ്രോബ്ലം ചെയ്യാം. ഡെറിവേഷൻസ് ഒക്കെ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ, അത് തറവായിട്ടുണ്ടാവും. അത് എഴുതി പഠിക്കണം. നിങ്ങളുടെ തെറ്റാതെ ആ 3 ഇക്വേഷനും ഡിറൈവ് ചെയ്യുന്നത് എഴുതി പഠിക്കണം. മാത്രമല്ല ആ 3 ഇക്വേഷനും അല്ലെങ്കിൽ ആ 4 ഇക്വേഷൻ, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് അടക്കമുള്ള ഇക്വേഷൻസ് ഏത് സമയത്ത് ചോദിച്ചാലും നമ്മൾ പറയാറ്, ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ചാലും പറയാൻ കഴിയണം. കുട്ടികളോട് അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്രാഫ് ബേസ്ഡ് പ്രോബ്ലം ചെയ്യാം. നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു. Now this is a velocity time graph. You are provided with a velocity time graph. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഇനി ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് മോഷൻ ഡ്യൂറിങ് 0 to 5 സെക്കൻഡ്? 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള മോഷൻ എന്ത് തരം മോഷനാണ്? 5 മുതൽ 15 സെക്കൻഡ് വരെയുള്ള സമയത്തുള്ള മോഷൻ എന്ത് തരം മോഷനാണ്? 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയുള്ള സമയത്തുള്ള മോഷൻ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? This is the first question. Then the distance covered in 5 seconds. 5 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ഒന്നാണ്. സോ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഡിസ്റ്റൻസ്. ഇവിടെ ഒരേ ഡയറക്ഷനിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരേ ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത്? എങ്ങനെ മനസ്സിലാക്കും? ഈ ഗ്രാഫ് നോക്കിയിട്ട് ഒരു ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് എങ്ങനെ ഗ്രാഫ് നോക്കി മനസ്സിലാക്കും? സിമ്പിൾ അല്ലേ? എന്താണ് വെലോസിറ്റിന്റെ സൈൻ നോക്കുക. വെലോസിറ്റി എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ വെലോസിറ്റി നോക്കുക 0 ആണ്, ഇങ്ങനെ പോയിട്ട് കൂടുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നു, പിന്നെ 0യിലേക്ക് വരുന്നു. ഒരിക്കലും വെലോസിറ്റി നെഗറ്റീവ് ആകുന്നില്ല, പോസിറ്റീവ് തന്നെയാണ് വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വസ്തു ഒരേ ദിശയിൽ തന്നെയാണ്, ഈ ഒബ്ജക്റ്റ് ഒരേ ഡയറക്ഷനിലാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രാഫ് നമ്മോട് വിളിച്ച് പറയുന്നു. ഈ ഗ്രാഫിൽ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ദ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് ഇൻ അലോങ് ദി പോസിറ്റീവ് ഡയറക്ഷൻ because the velocity is positive always. അതിൻ്റെ വാല്യൂ മാറുന്നുണ്ട്, പോസിറ്റീവ് ആണ് ഡയറക്ഷൻ. അപ്പോൾ അത് ഒരു ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് എടുത്തതിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെ ആയിരിക്കും ഈ കേസിൽ ഡിസ്റ്റൻസ്.
ഓക്കെ, സോ ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 5 സെക്കൻഡ്, 5 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? 20 സെക്കൻഡ് കൊണ്ട്, മൊത്തം 20 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? അതാണ് ചോദ്യം. പിന്നെ 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ള മോഷനിലുള്ള ആക്സിലറേഷൻ എന്താണ്? 5 മുതൽ 15 വരെ സെക്കൻഡിലുള്ള ആക്സിലറേഷൻ എന്താണ്? 15 മുതൽ 20 വരെയുള്ള ആക്സിലറേഷൻ എന്താണ്? ആൻഡ് ഫൈനലി യു ആർ ആസ്ക്ഡ് ടു ഡ്രോ ദി ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. KT ഗ്രാഫ് വരക്കാനാണ് അവസാനമായിട്ട് പറഞ്ഞത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൻ്റെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഈ സ്ട്രെയിറ്റ് ലൈൻസും സ്ലോപ്പുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ തറവായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ലൈൻ, ഈ കറുത്ത കളറിലുള്ളതാണ് കേട്ടോ ഗ്രാഫ്, നീല ഞാൻ അതിൻ്റെ പോയിന്റ്സ് മാർക്ക് ചെയ്യാൻ വേണ്ടി വരച്ച ലൈൻസാണ്. സോ ഈ ഗ്രാഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ആദ്യത്തെ ഈ ലൈൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ദിസ് ഈസ് എ ലൈൻ വിത്ത് എ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ളതാണ്. ആൻഡ് വെലോസിറ്റി ഈസ് ഇൻക്രീസിങ് ആൾസോ, വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദിസ് മീൻസ് ഡ്യൂറിങ് ദിസ് ടൈം the slope of the velocity time graph is positive, so the acceleration is positive because slope of the VT graph will give you the acceleration. 0 മുതൽ 5 സെക്കൻഡ് വരെ ഈ ബോഡിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ബോഡി ഈസ് ആക്സിലറേറ്റിംഗ്. 0 to 5 സെക്കൻഡ് ഉള്ളത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഓർ മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആണെന്ന് എങ്ങനെ മനസ്സിലായത്? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. VT ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ ദ വെലോസിറ്റി ടൈം ഇക്വേഷൻ വിൽ ബി എ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. വെലോസിറ്റി ടൈം ഇക്വേഷൻ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പാണ് ആക്സിലറേഷൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് ആക്സിലറേഷനും കോൺസ്റ്റന്റ്. സോ 0 മുതൽ 5 സെക്കൻഡ് വരെയുള്ളത് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ. 5 മുതൽ 10, ആൻസർ ക്ലിയർ ആയി. രണ്ടാമത്തെ പാർട്ട് 5 മുതൽ 15 സെക്കൻഡ്. 5 മുതൽ 15 സെക്കൻഡ് വരെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, പക്ഷെ അതിന്റെ സ്ലോപ്പ് 0 ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പാരലൽ ടു ദി ഒറിസോണ്ടൽ ആക്സിസ്, അല്ലെങ്കിൽ എക്സ് ആക്സിസിന്, അല്ല എക്സ് ആക്സിസിലൂടെ ടൈമാണ് എടുത്തത്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടൈം ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ടാൻ തീറ്റ എടുത്താൽ തീറ്റ 0 ആണ്. സോ ടാൻ തീറ്റ 0 ആണ്. സോ ഡ്യൂറിങ് ദിസ് ടൈം 5 to 15 സെക്കൻഡ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വെലോസിറ്റി 10 സെക്കൻഡിൽ ഫിക്സ് ചെയ്ത് നിൽക്കുകയാണ്. 10 സെക്കൻഡിൽ നിന്ന് മാറുന്നേ ഇല്ല. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയാലും ആക്സിലറേഷൻ 0 ആണ്. സോ 5 മുതൽ 15 വരെ ഈ ഗ്രാഫ് കണ്ടാൽ അറിയാം, ദിസ് ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 10 meter per second, ആൻഡ് സോ ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് 0. സോ ഇറ്റ് അണ്ടർഗോസ്, ദിസ് ബോഡി ഈസ് ഇൻ യൂണിഫോം മോഷൻ. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയ നമ്മൾ ആ മോഷന് പറയും യൂണിഫോം മോഷൻ. സോ ഫ്രം 5 to 15 സെക്കൻഡ് it is moving with uniform velocity or it is in uniform motion. So 5 to 15 second uniform motion. Then the last part of the motion is 15 to 20 second. 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെയുള്ള സമയത്ത് ഇതിന്റെ മോഷൻ എങ്ങനെയാണുള്ളത്? ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണുള്ളത്, ബട്ട് ദി സ്ട്രെയിറ്റ് ലൈൻ ഹാസ് എ നെഗറ്റീവ് സ്ലോപ്പ്. നിങ്ങൾക്ക് നെഗറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈനും പോസിറ്റീവ് സ്ലോപ്പുള്ള സ്ട്രെയിറ്റ് ലൈനും എങ്ങനെയാണ് കാണുക എന്നുള്ളത് നന്നായിട്ട് വിശദീകരിച്ച് എന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 meter per second ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് തുടങ്ങുമ്പോഴുള്ള വെലോസിറ്റി മീൻസ് ഈ മോഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. ബോഡിയുടെ മൊത്തം മോഷൻ തുടങ്ങുമ്പോൾ അല്ല, ഈ പാർട്ട് 15ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി 10 meter per second, 20ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി 0 meter per second. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അപ്പോൾ നെഗറ്റീവ് സ്ലോപ്പാണ്. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്, വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. സോ ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ്. ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഡിക്രീസിങ് വിത്ത് ടൈം. വെലോസിറ്റി സമയത്തിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ആ മോഷനും ഒരു യൂണിഫോം ആക്സിലറേഷനുള്ള മോഷൻ തന്നെയാണ്. പക്ഷെ അത്തരം കേസിൽ ആക്സിലറേഷനെ നമ്മൾ സാധാരണ വിളിക്കുക റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡിസിലറേഷൻ എന്നുള്ള പേരിലാണ്. സോ 15 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ ഈ വസ്തു ഈസ് മൂവിങ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ, ബട്ട് ഇറ്റ് ഇസ് എ റിട്ടാർഡേഷൻ ഓർ ഇറ്റ് ഇസ് എ ഡിസിലറേഷൻ. ഓക്കെ, അപ്പോൾ യൂണിഫോംലി റിട്ടാർഡേഡ് മോഷൻ എന്ന് പറയും. യൂണിഫോംലി റിട്ടാർഡ് അല്ലെങ്കിൽ മോഷൻ വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മോഷൻ വിത്ത് യൂണിഫോം ഡിസിലറേഷൻ എന്ന് പറയുന്നതാണ് ബെറ്റർ. ഇത് മൂന്നിലേതെങ്കിലും ഇട്ട്, ഈ രണ്ടിലേതെങ്കിലും ഇട്ട്, യൂണിഫോം മോഷൻ വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മോഷൻ വിത്ത് യൂണിഫോം ഡിസിലറേഷൻ. ഇവിടുന്ന് ഇങ്ങോട്ട് മോഷൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എഴുതിയാലും തെറ്റൊന്നുമല്ല. ആക്സിലറേറ്റഡ് യൂണിഫോം ആക്സിലറേഷനുള്ള മോഷൻ തന്നെയാണ്. പക്ഷേ ഇത്തരം കേസുകളിൽ ടൈമിനനുസരിച്ച് വെലോസിറ്റി കുറയുന്ന കേസുകളിൽ ആക്സിലറേഷൻ എന്നതിന് പകരം നമ്മൾ റിട്ടാർഡേഷൻ എന്നും ഡിസിലറേഷൻ എന്നും ഉപയോഗിക്കാറുണ്ട്. തിരിച്ചു പറ്റൂല. ഇവിടെ നമ്മൾ യൂണിഫോംലി റിട്ടാർഡഡ് മോഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അങ്ങനെ പറയും.
Okay. So 15 to 20 seconds it is uniformly retarded motion or uniformly decelerated motion, or motion with uniform deceleration or motion with uniform retardation. ഇങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിയും. ഓക്കെ, ഗ്രാഫ് നോക്കി പഠിച്ച് മാത്രമല്ല, ഗ്രാഫിനെ കുറിച്ചുള്ള ഐഡിയ, സ്ട്രെയിറ്റ് ലൈൻസ് ആൻഡ് സ്ലോപ്സ് ഐഡിയ മാത്രം മതി. ഇനി രണ്ടാമത്തത് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 5 സെക്കൻഡ് ആൻഡ് 20 സെക്കൻഡ്. ജനറലി ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞു ഇത് പോസിറ്റീവ് വെലോസിറ്റി എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, വൺ ഡയമെൻഷണൽ മോഷനാണ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ജനറലി ഇറ്റ് ഈസ് ഏരിയ. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി വി ടി ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമുക്കറിയാം. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഡിസ്റ്റൻസ്. അപ്പോൾ ഫോർ 5 സെക്കൻഡ്, ആദ്യത്തെ 5 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ. അപ്പോൾ 5 സെക്കൻഡ് വരെയുള്ള മോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും, ഈ ഒരു ലൈനാണ്, ഈ കറുത്ത ലൈനാണ് അത് ആ മോഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് ലൈനിന്റെ അണ്ടറിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് ടൈം ആക്സിസിൽ മുട്ടിയിട്ടുള്ളത്. ഇവിടുന്ന് ടൈം ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുന്നു, ഡ്രോ പെർപെൻഡിക്കുലർ വരക്കുന്നു, 5 സെക്കൻഡിൽ മീറ്റ് ചെയ്യും. സോ ദിസ് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇവിടെ ഏരിയ അണ്ടർ ദിസ് ലൈൻ എന്ന് പറയുന്നത്. സോ ഈ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടാൽ യു വിൽ ഗെറ്റ് ദി ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 5 സെക്കൻഡ്. അപ്പോൾ അത് കാണാണ്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, അല്ലെങ്കിൽ ബേസ് ഇൻറ്റു ആൾട്ടിറ്റ്യൂഡ്. സോ ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ഇത് 5 ഇത് 0, അപ്പോൾ 5 മൈനസ് 0 ഇൻറ്റു ഇവിടെ ടൈം കയറി വന്നിട്ട് 1 മിനിറ്റ്. ഒന്ന് കറക്റ്റ് ചെയ്യട്ടെ. So it is half into base എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആണ്. സോ ഇറ്റ് ഈസ് 5 മൈനസ് 0 ഇൻറ്റു ഹിയർ ഇറ്റ് ഈസ് 10 മൈനസ് 0. സോ ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 10. സോ 5 ഇൻറ്റു 10 50 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 25 മീറ്റർ. സോ ദ ഡിസ്റ്റൻസ് കവേർഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ഇറ്റ് ഈസ് 25 മീറ്റർ. അപ്പോൾ 25 മീറ്റർ ആയിരിക്കും ഡിസ്റ്റൻസ് കവേർഡ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 20 സെക്കൻഡ്സ്. 20 സെക്കൻഡിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ്, 20 സെക്കൻഡ് പറഞ്ഞാൽ ഇവിടം വരെ. അപ്പോൾ ഈ ഇവിടം വരെയുള്ള മൊത്തം ഗ്രാഫിന്റെ അണ്ടറിലുള്ള ഏരിയ, അപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഈ 20 വരെയുള്ള ഗ്രാഫിന്റെ ഈ കറുത്ത മൊത്തം ബ്ലാക്ക് ലൈൻസ് എടുക്കുക, അതിന്റെ മൊത്തം ഏരിയ. അപ്പോൾ അതിന് നമ്മൾ പാർട്ട്, ഇതൊരു ട്രപ്പീസിയാണ്. അഗൈൻ ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. എന്ന് പറഞ്ഞാൽ ട്രപ്പീസിയത്തിന്റെ മലയാളം എന്താ, ലംബകം അല്ലേ. ഇങ്ങനെ വന്ന് ട്രപ്പീസിയം. അതിനെ നമ്മൾ നേരത്തെ പോലെ ട്രയാങ്കിൾസും റെക്ടാങ്കിളും ആക്കി മാറ്റുകയാണ്. സോ ഹിയർ ദർ ഇസ് എ ട്രയാങ്കിൾ, ഹിയർ ദർ ഇസ് എ റെക്ടാങ്കിൾ, ഹിയർ ദർ ഇസ് എ ട്രയാങ്കിൾ. സോ ദ ഏരിയ 20 സെക്കൻഡിലുള്ള മൊത്തം ഏരിയ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 2 ട്രയാങ്കിൾസ്, ഈ ട്രയാങ്കിളുടെ ഏരിയയും ഈ ട്രയാങ്കിളുടെ ഏരിയയും കൂട്ടണം, പ്ലസ് ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ, ഈ റെക്ടാങ്കിളുടെ ഏരിയയും കൂട്ടണം. അപ്പോൾ ഹാഫ് ഇൻറ്റു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളുടെ ഏരിയ ആണ് ഹാഫ് ഇൻറ്റു B1H1 പ്ലസ് ഈ ട്രയാങ്കിളുടെ ഏരിയ ആണ് ഹാഫ് ഇൻറ്റു B2H2 പ്ലസ് LB, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറഞ്ഞാൽ റെക്ടാങ്കിളുടെ ഏരിയ. ഇതാണ് ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കുക, ഹാഫ് ഇൻറ്റു നേരത്തെ ചെയ്തതാണ് 5 മൈനസ് 0 എന്നാണ് ബേസ് വരിക, ഹൈറ്റ് വരിക 10 മൈനസ് 0 എന്നാണ്. സോ 5 മൈനസ് 0 ഇൻറ്റു 10 മൈനസ് 0. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ യഥാർത്ഥ ചെയ്ത അതേ ട്രയാങ്കിളാണ്. പിന്നെ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാം, ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ഈ ബേസ് എന്ന് പറയുന്നത് 20 മൈനസ് 15, ഈ ഡിസ്റ്റൻസ് ആണ് 20 മൈനസ് 15. സോ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു 20 മൈനസ് 15 ഇൻറ്റു ഹൈറ്റ് അഗെയിൻ ഇവിടെയും 10 തന്നെയാണ്, 10 മൈനസ് ഇവിടെ 0. സോ ഈ ഹൈറ്റ് തന്നെയാണ് ഇവിടെയും വരിക. സോ ദിസ് ഹൈറ്റ് ഈസ് 10 മൈനസ് 0 ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സോ ഹാഫ് ഇൻറ്റു 20 മൈനസ് 15 ഇൻറ്റു 10 മൈനസ് 0 എന്ന് വരും. പ്ലസ് റെക്ടാങ്കിളുടെ ഏരിയ ഈ ലെങ്ത് ഇൻറ്റു ഈ ബ്രെഡ്ത്ത്, ഈ ലെങ്ത് പറഞ്ഞാൽ 15 മൈനസ് 5. സോ ദാറ്റ് ഈസ് 15 മൈനസ് 5 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറഞ്ഞാൽ 10 മൈനസ് 0. അഗെയിൻ ബ്രെഡ്ത്ത് തന്നെയാണ് വരുന്നത്, 10 മൈനസ് 0. സോ 10 മൈനസ് 0 ഇൻറ്റു so it is 10 minus 0 into 15 minus 5. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വളരെ ഈസിയാണ്. സോ ദിസ് ഈസ് 50 by 2 പ്ലസ് 50 by 2 പ്ലസ് 100. ഇത് 50 by 2 ആണ്, ഇത് 10 into 5 50, that is 50 by 2. അഗെയിൻ 20 മൈനസ് 15 അറിയുമ്പോൾ 5,
ഇവിടെ 10 - 0 10, 10 × 5 50, 50/2, 50/2 പ്ലസ് ഇത് 10, 15 - 5 പറഞ്ഞാൽ 10, 10 × 10 പറഞ്ഞാൽ 100. So it is 50/2 plus 50/2 plus 100. So it is 50, 25 plus 25 plus 100, that is 150 meter. So total distance covered in the 20 second is 150 meter. ആദ്യത്തെ 5 സെക്കൻഡിൽ കവർ ചെയ്ത് നേരത്തെ കിട്ടിയിരുന്നു എത്രയായിരുന്നു? 20 മീറ്റർ, 25 മീറ്റർ അല്ലേ, ഹാഫ് റീച്ച്. ഓക്കെ, അപ്പോൾ 150 മീറ്റർ എന്ന സെക്കൻഡ് പാർട്ടിൻ്റെ ആൻസർ കിട്ടി. ഇനി തേർഡ്, മൂന്നാമത്തെ കാണാൻ പറഞ്ഞത് ആക്സിലറേഷൻ ആണ്. 0 മുതൽ 5 സെക്കൻഡ് വരെ, 5 മുതൽ 15 സെക്കൻഡ് വരെ, 15 മുതൽ 20 സെക്കൻഡ് വരെ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്, എന്തെങ്കിലും ഇഷ്യൂ ആർക്കെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ഓക്കെ, എന്തെങ്കിലും ക്ലിയറിന്റെ ഇഷ്യൂസ് ഉണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഹലോ, ഹലോ, കേൾക്കുന്നില്ല. ഹലോ, ഹലോ, ആ കേൾക്കുന്ന, നിങ്ങൾ പറയുന്നത് ഇവിടെ കേൾക്കുന്നില്ല അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അല്ലേ? എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, നിങ്ങളെ ഡൗട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ എന്ന് പറഞ്ഞു. ഓക്കെ, എന്താ സൗണ്ട് കേൾക്കുന്നില്ല നോക്കട്ടെ. ലാസ്റ്റ് ഡെറിവേഷൻ ആണോ? ലാസ്റ്റ് പറഞ്ഞ ഡെറിവേഷൻ ഒന്നും കൂടി പറയണമെന്നാണോ? തേർഡ് ഡെറിവേഷൻ. ഓക്കെ ഓക്കെ, ചിലർ രണ്ടാമത്തെ കൈനമാറ്റിക് ഇക്വേഷൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്താ നിങ്ങൾ പറയുന്നത്? ആരെങ്കിലും ഒന്ന് സംസാരിക്കുക, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. മൈക്രോഫോൺ സ്പീക്കർ വോയിസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കേൾക്കുന്നുണ്ട്. നേരത്തെ അതിൻ്റെ സ്പീക്കർ വോളിയം ഇവിടെ മിനിമൈസ് ചെയ്ത് പോയതായിരുന്നു. യെസ്, ഐ എം സോറി. അപ്പോൾ ഏത് മുതലാണ് എടുക്കേണ്ടത്? ചില ആളുകൾ ചാറ്റ് ബോക്സിൽ സെക്കൻഡ് ഡെറിവേഷൻ തൊട്ടെടുക്കണം എന്ന് പറയുന്നുണ്ട്. അത് തൊട്ടെടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ സെക്കൻഡ് ഡെറിവേഷൻ മുതൽ ഒന്നുകൂടി പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ, ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. ഓക്കെ, സോ രണ്ടാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇതായിട്ടുണ്ടാണ്. ഓക്കെ,
സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ആണ് സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തത് v = u+at എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു, ആ ഡെറിവേഷൻ നിങ്ങൾക്ക് അറിയാം. സോ സെയിം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് തന്നെ, സെയിം വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയറിങ് ചെയ്തിട്ടില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നേരത്തെ ചെയ്ത അതേ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നെയാണ്. ഈ പാർട്ടിക്കിളിന്റെ ഇനീഷ്യൽ വെലോസിറ്റിയാണ് 0, ടൈം t0 ആകുമ്പോഴുള്ള വെലോസിറ്റിയാണ് v0. t0 ആകുമ്പോൾ നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ മോഷൻ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്ന സമയം, അതാണ് t = 0 എന്ന് ഞാൻ കൊടുത്തത്. ആ സമയത്ത് അതിന്റെ വെലോസിറ്റി v0. ക്ലിയർ അല്ല? ഇതാണ് പ്രശ്നം. നോക്കട്ടെ. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടോ? ഹലോ, ക്യാൻ യു ഹിയർ മീ? ഒരു ഐഡിയ ഇല്ല. ഒരു റീസൺ നമ്മൾ ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ തന്നെ ആയിരിക്കും, വേറെ ഒന്നും കാണുന്നില്ല. തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, നെറ്റിന്റെ ഇഷ്യൂ നാളൊരു ദിവസം ഉണ്ടായിരുന്നത്. ഓക്കെ, നമുക്ക് തുടരാം. സോ ദിസ് ഈസ് ഈ ഗ്രാഫ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾക്കറിയാം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കണ്ടാൽ അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ കാണണം. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് പറഞ്ഞാൽ ഈ ലൈനാണ്, എ ബി എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് ലൈൻ. ബാക്കിയുള്ള നീല വരകളൊക്കെ ഞാൻ ഈ പോയിന്റ്സ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെയും ടൈം ആക്സിസിന്റെയും ഇടയിൽ വരുന്ന ഈ ഭാഗത്തിന്റെ ഏരിയയാണ് ഗ്രാഫിന്റെ ഉള്ളിലുള്ള ഏരിയ എന്ന് പറയാം. ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഉദ്ദേശിച്ചത് ഈ എ ബി ഡി ഒ എ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ. അപ്പോൾ അത് ഒരു ട്രപ്പീസിയമാണ്. അപ്പോൾ അതിന്റെ ഏരിയ കാണാൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് രണ്ട് ഷേപ്പുകളാക്കി മാറ്റി. ഒരു ചതുരവും ഒരു ട്രയാങ്കിളും, ഒരു ത്രികോണവും ഒരു ചതുരവുമാക്കി മാറ്റി. അപ്പോൾ ഇനി ഇതിന്റെ ഏരിയ കാണണമെങ്കിൽ എനിക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ട് ഈ റെക്ടാങ്കിളിന്റെ ഏരിയയും കണ്ട് ആഡ് ചെയ്താൽ, ഇതാണ് ഐഡിയ. ഓക്കെ, ഈ ഗ്രാഫ് വരക്കാൻ പഠിക്കണം, ഈ ഏരിയാസ് മാർക്ക് ചെയ്യാനും പഠിക്കണം. ഓക്കെ, പിന്നെ ഈ കൺസെപ്റ്റ് വേണം. ഏരിയ അണ്ടർ വി ടി ഗ്രാഫ് ഗീവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യൽ xt-x0 എന്നാണ്, അല്ലെങ്കിൽ എസ് എന്നും കൊടുക്കാം, ഏതെടുത്താലും മതി. ഡിസ്പ്ലേസ്മെന്റിന് എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ xt-x0. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഓൾവേസ് ദി ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സോ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് അണ്ടർ ദി ഗ്രാഫ് ആണ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി. എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ എ സി ഡി ഒ. എ സി ഡി ഒ എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഏരിയ. ഈ ട്രയാങ്കിളിന്റെ ഏരിയ കൂട്ടണം ഈ റെക്ടാങ്കിളിന്റെ ഏരിയ. അതാണല്ലോ ടോട്ടൽ ഈ എ ബി എന്ന് പറയുന്ന ലൈനിന്റെയും ഈ ടൈം ആക്സിസിന്റെയും ഇടയിൽ വരുന്ന മൊത്തം ഏരിയ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും.
അപ്പോൾ അത് കണ്ടു നോക്കാം. ആദ്യം റെക്റ്റാങ്കിളുടെ ഏരിയ കാണണം. ട്രയാങ്കിളുടെ ഏരിയ ആണ് കാണുന്നത്. ട്രയാങ്കിളുടെ ഏരിയ കാണണമെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ്, പാദം ഇൻറ്റു ലംബം, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എ സി ആണ്. എ സി ഇൻറ്റു ബി സി, എ സി ഇൻറ്റു ബി സി പ്ലസ് ഇനി റെക്റ്റാങ്കിളുടെ ചതുരത്തിൻ്റെ ഏരിയ കാണണം. ചതുരത്തിൻ്റെ ഏരിയ നീളം ഗുണം വീതി. അപ്പോൾ നീളം എന്ന് പറഞ്ഞാൽ എ സി അല്ലെങ്കിൽ ഒ ഡി ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ സി ഡി അല്ലെങ്കിൽ എ ഒ, ഏത് കൊടുക്കുക, ഈ നീളം അല്ലെങ്കിൽ ഈ നീളം രണ്ടും തുല്യമാണ്. ഈ നീളം തുല്യമാണ്. സോ നീളം ഗുണം വീതി ചെയ്തു. അപ്പോൾ ഒ ഡി ഇൻറ്റു സി ഡി എന്ന് ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും. ഹാഫ് ഇൻറ്റു എ സി ഇൻറ്റു ബി സി ചെയ്താൽ ഇതിൻ്റെ ഏരിയ കിട്ടും. രണ്ടും കൂടി കൂട്ടിയതാണ് ടോട്ടൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ്. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ടി മൈനസ് എക്സ് സീറോ. ഓക്കെ, ഇനി ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ എ സി എന്ന് പറയുന്നതും ഈ നീളവും ഒ ഡി എന്ന് പറയുന്ന നീളവും തുല്യമാണ്. അതെന്താണ്? ടി ആണ്. ഇവിടെ സമയം ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഈ പോയിന്റിലെ ടൈം. ഈ പോയിന്റിലെല്ലാം സീറോ ആണ്. ടൈമും സീറോ, വെലോസിറ്റിയും സീറോ എന്ന പോയിന്റാണ്. അപ്പോൾ ഈ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് ടി മൈനസ് സീറോ എന്ന് വരും. ടി മൈനസ് സീറോ എന്ന് വരും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ടി ആണ് ടി എന്ന് കൊടുത്തത്. അപ്പോൾ എ സിയും ഒ ഡിയും കിട്ടി. ഇനി ബി സി എന്ന് പറഞ്ഞാൽ ഈ നീളമാണ്. ഈ നീളം എന്ന് പറഞ്ഞാൽ അതേ ലെങ്ത് ആണ് ഇതും, ഈ രണ്ട് പോയിന്റും തമ്മിൽ. അപ്പോൾ ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വി ടി ആണ് വരുന്നത്, സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ബി സീറോ ആണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള അകലം വി ടിയും ഇവിടെ മുതൽ ഇതുവരെയുള്ള പോയിന്റ് വരെയുള്ള ദൂരം വി സീറോയുമാണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വി ടി മൈനസ് വി സീറോ ആയിരിക്കും ഈ ഡിസ്റ്റൻസ്. അത് തന്നെയാണ് ഈ ഡിസ്റ്റൻസ്. സോ ബി സി ഈസ് ഈക്വൽ ടു വി ടി മൈനസ് വി സീറോ. ബി സി ഈസ് ഈക്വൽ ടു വി ടി മൈനസ് വി സീറോ. ഇനി അതുപോലെ എ ഒ ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു വി സീറോ. എ ഒ ഈസ് ഈക്വൽ ടു സി ഡി ഈസ് ഈക്വൽ ടു വി സീറോ. കാരണം വി സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ഈ അകലം അത് തന്നെയാണ് എ ഒ. അതേ ലെങ്ത് തന്നെയാണ് സി ഡിക്കും ഉണ്ടാവുക. അപ്പോൾ എ ഒ സി ഡി ഈക്വൽ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു വി സീറോ, ഇനീഷ്യൽ വെലോസിറ്റി. ഈ ടേംസ് ഒക്കെ ഗ്രാഫ് നോക്കിയാൽ കിട്ടുന്നതാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ ഗ്രാഫിൽ നിന്ന് നേരെ റീഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എ സി ബി സി ഒ ഡി സി ഡി എന്നുള്ള ആളുകളെ ഈ ടി വി ടി മൈനസ് വി സീറോ ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അതാണ് അടുത്ത ചെയ്യേണ്ടത്. അപ്പോൾ ആ റീപ്ലേസ്മെന്റ് നടത്തുകയാണ്. സോ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി, അപ്പോൾ ടി എന്ന് കൊടുത്തു, ഇൻറ്റു ബി സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി ടി മൈനസ് വി സീറോ, അപ്പോൾ അവിടെ വി ടി മൈനസ് വി സീറോ എന്ന് കൊടുത്തു, പ്ലസ് ഒ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി, അപ്പോൾ ടി എന്ന് കൊടുത്തു, ഇൻറ്റു സി ഡി എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് വി സീറോ. ഇവിടെ നോക്കിയാൽ സി ഡി ഈസ് വി സീറോ, സോ വി സീറോ എന്ന് കൊടുത്തു. അതായത് ഇതിനെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ടി വി സീറോ എന്നുള്ള ടേംസ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു. ഗ്രാഫ് നോക്കിയിട്ട് ചെയ്തു. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ പഠിച്ചൊരു ഇക്വേഷനാണ് വി ടി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി. വി ടി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഫസ്റ്റത്തെ കൈനമാറ്റിക് ഇക്വേഷനാണ്. അപ്പോൾ അതിൽ നിന്നും വി ടി മൈനസ് വി സീറോനെ എ ടി എന്ന് എഴുതാം. വി ടി ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിയതാണ്. വി ടി മൈനസ് വി സീറോ ഇസ് ഈക്വൽ ടു എ ടി. ദെർഫോർ ഇതിങ്ങനെ എഴുതാവുന്നത് കൊണ്ട് ഈ വി ടി മൈനസ് വി സീറോനെ ഞാൻ എന്താക്കി മാറ്റും? എ ടി എന്ന് എഴുതും. വി ടി മൈനസ് വി സീറോനെ എ ടി എന്ന് എഴുതും. ഇവിടെ ഒരു വി ടി മൈനസ് വി സീറോ വന്നിട്ടുണ്ട്, അതിനെ എ ടി വെച്ച് റീപ്ലേസ് ചെയ്യും. സോ ദിസ് ഈസ് എസ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇത് തന്നെ ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു ദിസ് വി ടി മൈനസ് വി സീറോ ഇസ് റീപ്ലേസ്ഡ് ബൈ ദി ടേം എ ടി. സോ ഇറ്റ് ഈസ് എ ടി പ്ലസ് വി സീറോ ടി. ഞാൻ ഈ വി സീറോ ടിനെ അതേപോലെ വി സീറോ ടി എന്ന് എഴുതി. ഇനി വി സീറോ ടിന് ആദ്യം എഴുതി. സോ വി സീറോ ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ ടി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എ ടി ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ ടി സ്ക്വയർ, ടി ഇൻറ്റു ടി പറഞ്ഞാൽ ടി സ്ക്വയർ. സോ ഹാഫ് എ ടി സ്ക്വയർ. സോ എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സോ എക്സ് ടി മൈനസ് എക്സ് സീറോനെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, നമ്മൾ എസ് എന്ന് എഴുതാറുണ്ട്. സോ ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഓക്കെ, ഈ ഡെറിവേഷൻ ശരിക്കും നോക്കി മനസ്സിലാക്കണം. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പറയണം. സൗണ്ട് ഉണ്ടാവും പ്രതീക്ഷിക്കും. ഓക്കെ ആണോ? ഏതെങ്കിലും സ്റ്റെപ്പ് ഓക്കെ ആണ്. അത് ഓക്കെ, നല്ല അടുത്ത ഡെറിവേഷനിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷനാണ്. കുറച്ചും കൂടി മാത്തമാറ്റിക്കലായിട്ട് തന്നെ ഡിറൈവ് ചെയ്യേണ്ടതാണ്. ഗ്രാഫിന് കുറച്ച് ഗ്രാഫിൻ്റെ ബേസിലല്ല,
അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഡെറിവേഷൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ, ഈ ഡിസ്പ്ലേസ്മെന്റ് ഈ ഇക്വേഷൻസ് മൂന്ന് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. v = u + at, s = ut + ½ at², v² = u² + 2as. അല്ല, v² + u² = 2as എന്നുള്ള റിലേഷനാണ് ഇനി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് ഞാൻ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ എന്ന് വിളിച്ചത്. അപ്പോൾ അത് തുടങ്ങുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനിൽ നിന്നാണ്. അതായത് xt - x0 = v0t + ½ at² നിന്ന് തുടങ്ങുക. ഈ ഇക്വേഷൻ ആദ്യം എഴുതുക. ഇനി നമ്മൾക്കുള്ള ഫസ്റ്റത്തെ കൈനമാറ്റിക് ഇക്വേഷൻ എഴുതുക, vt = v0 + at. ഇതിൽ നിന്ന് at-ക്കുള്ള ഇക്വേഷൻ എഴുതുക. at എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനെ മാറ്റി എഴുതിയാൽ at = vt - v0. v0 അങ്ങോട്ട് കൊണ്ടുപോയാൽ vt - v0. ഓക്കെ ആണല്ലോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്, ഇത്രയും സാധനങ്ങളാണ് ഇത് ഡെറിവേഷന് വേണ്ടത്. ഓക്കെ, ഇനി xt - x0 ഈ ഡിസ്പ്ലേസ്മെന്റിന് v0t + ½ ഇൻറ്റു ഈ at². ഇവിടെ ഒരു at² ഉണ്ട്. ഇതിനെ ഞാൻ at × t എന്ന് എഴുതും. at² എനിക്ക് at × t എന്ന് എഴുതാമല്ലോ. കഴിഞ്ഞ ഡെറിവേഷനിൽ at × t എന്നുള്ളതിന് നമ്മൾ at² എഴുതി. ആ at × t എന്ന് മാറ്റി എഴുതും. ആ സ്റ്റെപ്പ് ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് xt - x0 = v0t + ½ a × t × t. ഇതിലൊരു a × t എന്ന് പറയുന്ന ഭാഗം വരും. ആ a × t നെ ഞാൻ ഈ vt - v0 വെച്ച് മാറ്റും. സോ at എന്ന് പറയുന്ന ആളെ vt - v0 വെച്ച് മാറ്റും. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ്. സോ at ഈസ് റീപ്ലേസ്ഡ് ബൈ vt - v0. ഓക്കെ, ഇതിങ്ങനെ അല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ കാണാം. ടി എന്ന് പറഞ്ഞാൽ vt - v0 / a ആണ്. ഏതാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് എനിക്കറിയില്ല. ഇതിൽ നിന്ന് ടി കണ്ടാൽ vt - v0 / a. ഇവിടെ ടി വരുന്ന സ്ഥലത്തൊക്കെ vt - v0 / a എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി സെയിം റിസൾട്ട്. അങ്ങനെയും ചെയ്യാം. അത് കുറച്ചുകൂടി ആൾജിബ്ര വരുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഏത് മെത്തേഡ്? അതൊരു ഡയറക്റ്റ് മെത്തേഡുമാണ്. ഈ നമ്മളെ ഫൈനൽ ഇക്വേഷനിൽ ടി ഇല്ല. അപ്പോൾ v² = u² + 2as ആണ്. അതിനെ ഈ ഫോമിൽ എഴുതിയാൽ vt² = v0² + 2a × s ന് പകരം xt - x0. അതിലൊന്നും ഏത് വരുന്നില്ല, ടി വരുന്നില്ല, ടൈം വരുന്നില്ല. അപ്പൊ ടൈമിനെ എലിമിനേറ്റ് ചെയ്യണം, ടൈമിനെ കളയണം. ടൈമിനെ കളയാൻ ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെ നമുക്ക് ടൈമിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടൈമിനെ കളയാൻ ഇവിടെ നമുക്ക് ടൈമിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഏതാണ് ഈ ഇക്വേഷൻ? ഈ ഇക്വേഷൻ vt - v0 / a ചെയ്താൽ ടൈം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ടൈമിനെ എലിമിനേറ്റ് ചെയ്താൽ ടി വരുന്നിടത്തൊക്കെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതേ ഇക്വേഷനിൽ എത്താം കേട്ടോ. അങ്ങനെയും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കുക. അതാണ് ഇഫ് യു ഫീൽ ദാറ്റ് മോർ ഈസി. ഞാനിപ്പോൾ ഇവിടെ ഈ രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് vt - v0 ഈ at എന്ന് പറയുന്നത് ഈ at² ഒരു at ഞാൻ vt - v0 എന്ന് വെച്ച് മാറ്റി. പിന്നെ ഒരു ടി ബാക്കി ഉണ്ടാവും. ആ ടി ഇവിടെ കുടിച്ചു. ഓക്കെ, അപ്പോൾ xt - x0 = again v0t + ഇനി ഇതിനെല്ലാം ഉള്ളിലേക്ക് ബ്രാക്കറ്റ് ഉള്ളിലുള്ള ടേമിനെ പുറത്തുള്ള ടേം കൊണ്ട് ഗുണിക്കുകയാണ്. ഇവിടെ ഒരു ½ ഉണ്ട്, ഇവിടെ ഒരു ടി ഉണ്ട്. അപ്പോൾ ½ × vt × t എന്ന് വരും. ഫസ്റ്റ് ടേം ½ × vt × t. അടുത്ത ടേം ½ × -½ × v0 × t -½ × v0 × t. ഇനി നോക്കുക, ഇവിടെ ഒരു -½ v0t ഉണ്ട്, ഇവിടെ ഒരു v0t ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു v0t യിൽ നിന്ന് അര v0t കുറക്കുക. അപ്പോൾ ബാക്കി വരെ അര v0t ആയിരിക്കും. ഒരു v0t ന്ന് അര കുറച്ചാൽ ബാക്കി അര ഉണ്ടാവും. സോ xt - x0 = ഈ ½ vt × t അതേപോലെ എഴുതി പ്ലസ് ഈ ഫുൾ v0t ന്ന് ½ v0t പോയാൽ ബാക്കി ½ v0t. സോ ½ × vt × t + ½ v0t എന്ന് വരും. നമുക്ക് ½ പൊതുവായിട്ടുണ്ട്, ടിയും പൊതുവായിട്ടുണ്ട്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് vt + അല്ലെങ്കിൽ v0 + vt / 2 × t എന്ന് എഴുതാം. ഇതിന്റെ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് v0t/2 എന്നാവും, vt × t/2 എന്നാവും. രണ്ടും ഒന്ന് തന്നെയാണല്ലോ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഈ ടേംസ് നോക്കുക. v0 is the initial velocity, vt is the final velocity or velocity after t seconds. t സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വെലോസിറ്റിയാണ് vt. അപ്പോൾ ഈ രണ്ട് കൊണ്ട് കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ടേം, ഈ ഒരു ടേം, ദാറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ മോഷൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ v0 വെലോസിറ്റി, ടി സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെലോസിറ്റി vtയുമാണ്. അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ആ രണ്ട് വെലോസിറ്റിയുടെയും ശരാശരി തന്നെയായിരിക്കും മൊത്തത്തിലുള്ള ആവറേജ് വെലോസിറ്റി.
So v0 plus vt divided by 2 will give you the average velocity. So equation പറയുന്നത് displacement is equal to average velocity into time. Displacement xt minus x0 is equal to average velocity into time എന്നാണ്. അതാണ് ഒന്നും കൂടി ഞാനിത് എടുത്തത്. ഇതും ഒരു ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം. പ്രോബ്ലം ചെയ്യാൻ എപ്പോഴും ആവശ്യം വരും. ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി എന്ന് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ദി ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടി ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓൺലി ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ ഇടയിൽ വരുന്ന റിസൾട്ടാണ്. ഈ വഴി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പോൾ അത് ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കാൻ. ഓക്കെ, ഇനി ഞാനിതിൽ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ടീനെ ഒഴിവാക്കണം. ടി എന്ന് പറയുന്ന ആളെ എലിമിനേറ്റ് ചെയ്യണം. ഫൈനൽ റിസൾട്ട് എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിലെവിടെയും ടി ഇല്ല. ടീനെ എലിമിനേറ്റ് ചെയ്യാൻ ഇതേ ഈ ഇക്വേഷൻ തന്നെ ഞാൻ ഉപയോഗിക്കും. ഇതിൽ നിന്ന് ടി എന്ന് പറയുന്നത് വി ടി മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ എ. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ആ ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ടിക്ക് പകരം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ടി മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ വി സീറോ പ്ലസ് വി ടി ബൈ 2 എന്ന് കിട്ടി. ഇൻറ്റു ടീൻ്റെ സ്ഥാനത്ത് ഈ സാധനം എഴുതി വി ടി മൈനസ് വി സീറോ ബൈ എ. ഇനി റീപ്ലേസ് ചെയ്യാം. ഇനി റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഓരോ ടേമും ഇങ്ങനെ മൾട്ടിപ്ലൈ വി ടി ഇൻറ്റു വി ടി സ്ക്വയർ എന്ന് കിട്ടും. വി ടി ഇൻറ്റു വി സീറോ മൈനസ് വി ടി വി സീറോ എന്ന് കിട്ടും. വി സീറോ വി ടി പ്ലസ് വി ടി വി സീറോ എന്ന് കിട്ടും. മൈനസ് വി സീറോ ഇൻറ്റു വി സീറോ എന്ന് പറഞ്ഞാൽ മൈനസ് വി സീറോ സ്ക്വയർ. അപ്പോൾ പ്ലസ് വി ടി വി സീറോയും മൈനസ് വി ടി വി സീറോയും ക്യാൻസൽ ചെയ്യും. ബാക്കി വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ. ഏതായാലും ഈ മുകളിലുള്ള ടേം വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ വരും. അടിയിൽ 2 ഇൻറ്റു എ 2a. സോ ദിസ് ഈസ് ദി റിസൾട്ട്. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്താൽ 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ. ഓർ വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ വി ടി സ്ക്വയർ ആണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്നാണ്. അതേ ഇക്വേഷനാണ്. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എസ്. എക്സ് ടി മൈനസ് എക്സ് സീറോ ഡിസ്പ്ലേസ്മെന്റ് എസ് ആണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ എഴുതിയിട്ടുണ്ട്. വി ടി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a ഇൻറ്റു എക്സ് ടി മൈനസ് എക്സ് സീറോ എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ പഠിച്ച ഈ സിമ്പിൾ ഇക്വേഷൻ ഇത് ഓർത്ത് വെക്കാം. ഏതെങ്കിലും ഒന്ന് എന്തായാലും ഓർമ്മയിൽ വേണം. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഓക്കെ, ക്ലിയർ ആണോ? ഹലോ, പിന്നെ കേൾക്കാതായോ? ഓക്കെ, ഓക്കെ. അപ്പോൾ ഡെറിവേഷൻസ് 3 ഡെറിവേഷൻ, അതിൽ 4 കൈനമാറ്റിക് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു. അതിൽ 3 പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുക. 4ാമത്തെ ഞാൻ നിങ്ങൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇന്ന് കുറച്ചും കൂടി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. ഇപ്പോൾ സമയം ഒരുപാട് വൈകി ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡെറിവേഷൻസ് 3 ഡെറിവേഷൻസ് ഈ ചാപ്റ്ററിൻ്റെ ഹൃദയം കോറാണ്. അത് പഠിച്ചിരിക്കണം. അതറിയാത്തൊരു കുട്ടി ക്ലാസ്സിൽ ഉണ്ടാവാൻ പാടില്ല. ഇത്രയും പ്രാവശ്യം നിങ്ങൾ എഴുതിയെങ്കിൽ എഴുതി, കാണാതെ പഠിക്കുകയാണെങ്കിൽ കാണാതെ പഠിക്കുക. ബെറ്റർ യു അണ്ടർസ്റ്റാൻഡ് ദി കൺസെപ്റ്റ് ആൻഡ് ദെൻ യു ഡിറൈവ് യുവർ സെൽഫ്. 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു പക്ഷേ ഹൈസ്കൂൾ ക്ലാസ്സിൽ തന്നെ ചെയ്ത ഡെറിവേഷൻസ് ആയിരിക്കും ഇതൊക്കെ. ഓക്കെ, അപ്പോൾ എത്രയുമാണ് പറയാനുള്ളത്. ഇടയ്ക്ക് നെറ്റിൻ്റെ ഇഷ്യൂ ആയിരുന്നു എന്ന് തോന്നുന്നു. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ഓക്കെ, സാരമില്ല, നമുക്ക് അതൊക്കെ സാങ്കേതിക വിദ്യയല്ലേ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. 3 ഡെറിവേഷൻസ് മാത്രമാണെന്ന് പഠിപ്പിച്ചത്. ആ 3 ഡെറിവേഷൻസും തറവാക്കുക. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. വിക്ടേഴ്സിലെ ക്ലാസ് കുറേ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി സ്പീഡിലൊക്കെ പോകേണ്ടി വരും. നിങ്ങളുടെ പരീക്ഷയെക്കുറിച്ച് ജൂലൈയിലെന്നോ ആഗസ്റ്റിലെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ജൂലൈയിൽ ഉണ്ടാവാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നു. ഔദ്യോഗികമായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, കേട്ടുകേൾവിയാണ്. പത്രവാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ചില വിവരങ്ങളാണ്. എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അവരുടെ സിലബസ് ചുരുക്കിയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തരുമോ എന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു. ഇല്ല എങ്കിൽ നമ്മൾ ഏതായാലും നിങ്ങളിത് പഠിക്കുക.
ഫുള്ള് പഠിക്കുകയാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ മറ്റ് മത്സര പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ അതിൻ്റെ കോച്ചിങ്ങിനൊക്കെ നിങ്ങൾ പിന്നീട് പോകും പല കുട്ടികളും. അപ്പോൾ അവർക്കൊക്കെ ബേസ് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ ഫുള്ള് പഠിക്കാനേ വേണം. ഇത് ഇനി ഫോക്കസ് ഏരിയ ആക്കി ചുരുക്കി തരുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിങ്ങളുടെ പരീക്ഷ അങ്ങോട്ട് നീണ്ട സ്ഥിതിക്ക് മാർച്ചിൻ്റെ ശേഷം ഏപ്രിലിന് എക്സാം നടത്തുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കായിരുന്നു. ഇതിപ്പോൾ ഇനി ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുൾ സിലബസ് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സും തരാൻ സാധ്യതയുണ്ടല്ലോ ജൂണിന് മുതൽ. ജൂണിൽ ഒരു മാസം ഇതേപോലെ ഇവർക്ക് കൊടുത്ത പോലെ കുറച്ച് ക്ലാസ് തന്നിട്ട് ജൂലൈയിൽ പരീക്ഷ നടത്താനായിരിക്കും പ്ലാൻ. എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് നേരിടണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ഡെറിവേഷൻസ് വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കുക. ചെയ്ത പ്രോബ്ലംസ് അതും അതുപോലെ ചെയ്ത് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതി തന്നെ പഠിക്കണം കേട്ടോ. ഒരിക്കലും ഡെറിവേഷനും പ്രോബ്ലം നിങ്ങൾ നോക്കി വായിച്ച് മനസ്സിലാക്കരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. എഴുതി തന്നെ പഠിക്കുക. കാണാതെ പ്രോബ്ലം സോൾവ് ചെയ്ത് പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസും വെക്കണ്ട. നിങ്ങൾ നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ സ്വന്തം ക്വസ്റ്റ്യൻ മാത്രം വെച്ച് ഒരു ആൻസർ പേപ്പറും എടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് വരില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ ആ പ്രയാസം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ പ്രോബ്ലംസും ഡെറിവേഷൻസും എഴുതി തന്നെ പഠിക്കണം.